സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ മീറ്റിങ്ങിന് എല്ലാ സംഘാടകരോടും പ്രത്യേകിച്ച് എന്നെ ഈ മീറ്റിംഗിലേക്ക് പരിചയപ്പെടുത്തിയ ദേവദാസനോടും ഉള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് ഞാൻ അറിയിച്ചു കൊള്ളുന്നു. എന്റെ പേര് ലീന എന്നാണ്. ഞാനിപ്പോൾ അബുദാബിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞങ്ങളെ കുടുംബമായി അബുദാബി പട്ടണത്തിൽ ദൈവം ഞങ്ങളെ നിർത്തിയിരിക്കുന്നു. ഹസ്ബൻഡ് 3 കുഞ്ഞുങ്ങള്. കഴിഞ്ഞ 15 വർഷമായി കർത്താവ് ഞങ്ങളെ ഈ മരുഭൂമിയിൽ അത്ഭുതമായി നടത്തുന്നു. അനേക ഭാരങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളൊക്കെ ഉണ്ടായ സമയത്ത് കർത്താവിന്റെ കൃപ ഒന്ന് മാത്രമാണ്. ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന സ്ഥാനത്ത് കർത്താവ് ഞങ്ങളെ ഈ ദേശത്ത് നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ കരുണയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ദൈവം ഈ അബുദാബി പട്ടണത്തിലായിരുന്ന സമയത്ത് ചില കഷ്ടതകളുടെ ഭാരങ്ങളുടെ പ്രയാസങ്ങളുടെയൊക്കെ ഞങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകൾ ജീവിതത്തിലുണ്ടായി. ആ സമയത്തൊക്കെയും കർത്താവ് ഞങ്ങളെ അത്ഭുതമായി നിർത്തിയ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ചില അത്ഭുതങ്ങൾ നിങ്ങളുമായി ഒരുമിച്ച് ഷെയർ ചെയ്യാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞാൻ 2010 ഈ ദേശത്ത് കടന്നു വന്നത്. ആ സമയം മുതൽ ഞങ്ങൾ ഈ ദേശത്ത് വളരെ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാനും കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളൊക്കെ വിശ്വസ്തയോടെ ചെയ്ത് ഞങ്ങള് ദൈവസ്ഥലിൽ വിശ്വസ്തയോടെ ആയിരിക്കുന്നു. പിന്നെ ഹസ്ബൻഡിന് മാത്രമേ ജോലി ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. കർത്താവ് ഞങ്ങൾക്ക് 3 പൈതങ്ങളെ തന്നു. 2018 ഹസ്ബൻഡിന്റെ ജോലി നഷ്ടപ്പെടുവാൻ ഇടയായി തീർന്നു. ആ സമയത്തൊക്കെയും ഒത്തിരി ഭാരത്തിലൂടെ പ്രയാസത്തിലൂടെയൊക്കെ ഞങ്ങൾ കടന്നുപോയി. നമുക്കറിയാമല്ലോ, ഒരു ജോലിയില്ലാതെ രാജ്യത്ത് ജീവിക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ചിന്തിക്കാവുന്നതിലൊക്കെ അപ്പുറമായിരുന്നു. എങ്കിലും ആ ഒരു പ്രയാസ ഘട്ടത്തിൽ കൂടെ കർത്താവ് ഞങ്ങളെ കടത്തിവിട്ടു. എങ്കിലും വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ അനർത്ഥം വ്യസനത്തിന് കാരണമായി തീരാതെ വണ്ണം സ്വർഗം ഞങ്ങളെ അത്ഭുതമായി നടത്തി പരിപാലിച്ചു. ഹസ്ബൻഡിന് ജോലിയില്ല, 3 കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ കാര്യങ്ങൾ നോക്കണം, റൂമിന്റെ റെന്റ്, ഫുഡ്, കുഞ്ഞുങ്ങളെ വളർത്തൽ, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നുപോയ സ്ഥാനത്തൊക്കെയും എങ്ങനെ ഈ ദേശത്ത് നിലനിൽക്കുമെന്നും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നാടിന്റെ പ്രദേശത്തേക്ക് പോയാൽ മതി എന്നൊക്കെ ഒരുപാട് ഞങ്ങള് ആ സമയത്ത് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുമായിട്ട് ഈ ദേശത്ത് നിൽക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. മാത്രമല്ല ഹസ്ബൻഡ് ജോലി നഷ്ടപ്പെട്ട സമയത്ത് എനിക്കും കുഞ്ഞുങ്ങൾക്കും വിസ റിന്യൂ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. നമുക്കറിയാമല്ലോ, നമുക്ക് ഈ രാജ്യത്ത് നിൽക്കണമെങ്കിൽ വിസ ആവശ്യമാണ്. എനിക്ക് വിസയില്ല, 3 കുഞ്ഞുങ്ങൾക്ക് വിസയില്ല. അങ്ങനെ 2 വർഷത്തോളം കടന്നുപോയി. ആ സമയത്തൊക്കെയും അനവധി പ്രശ്നങ്ങളുടെ മധ്യേ ഞങ്ങളായിരുന്നു. എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ ജീവിക്കും, കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും എന്നുള്ള ഒത്തിരി പ്രയാസങ്ങളും ഒത്തിരി പ്രശ്നങ്ങളൊക്കെയും ഞങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്ന സമയത്തൊക്കെയും ദൈവത്തെ മാത്രം മുറുകെ പിടിച്ച് ഓരോ ദിവസവും ജീവിപ്പാൻ ഇടയായി തീർന്നു. അതിനുശേഷം ഞങ്ങളുടെ ഈ ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെ ഒക്കെ മധ്യേ കടന്നുപോയ സമയത്ത് അനേക ദൈവദാസന്മാര്, അനേക ദൈവമക്കൾ ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനും യാചിപ്പാനും ഒക്കെ ഇടയായി തീർന്നു. ഞങ്ങൾ അറിയാത്ത ചില ദൈവദാസന്മാര്, ഞങ്ങൾ അറിയാത്ത വ്യക്തികളൊക്കെ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരികയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത്. ആ സമയത്ത് ഞങ്ങൾ അബുദാബിയുടെ പട്ടണത്തിലായിരുന്നു. എന്നാൽ ഈ ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം ഞങ്ങള് അലൈന്റെ പ്രദേശത്തേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് വളരെ ഭാരത്തിലൂടെ ഞങ്ങൾ കടന്നുപോയ സമയത്തൊക്കെയും നമുക്ക് റൂമിന് റെന്റ് കൊടുക്കാനോ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാനോ ഒന്നും കഴിയാത്തൊരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. ആ സമയത്തൊക്കെ നമ്മുടെ കൂടെ നിന്ന് ആരാധിച്ചവരും നമ്മുടെ കൂടെ നിന്നവരൊക്കെ ഞങ്ങളെ കൈവിട്ടൊരവസ്ഥയായിരുന്നു. അതങ്ങനെയാണല്ലോ, നമ്മുടെ ഇല്ലായ്മകളിൽ, നമ്മുടെ ഭാരങ്ങളിലൊന്നും ആർക്കും നമ്മുടെ കൂടെ നിൽക്കാൻ കഴിയില്ല. കാരണം നമ്മളവർക്കൊരു ഭാരമാവുന്നോ പ്രയാസമാവുന്നൊക്കെ ഓർത്ത് ഞങ്ങളെ ചേർത്ത് നിർത്തിയവരൊക്കെയും ഞങ്ങളിൽ നിന്ന് അകന്നു പോകുന്നൊരവസ്ഥ ഞങ്ങൾക്ക് അനുഭവിക്കാൻ ഇടയായി തീർന്നു. എന്നാൽ ദൈവത്തെ മാത്രം മുറുകെ പിടിച്ച് ഓരോ ദിവസവും ഞങ്ങൾ ജീവിച്ചു. അലൈന്റെ പ്രദേശത്തായിരുന്ന സമയത്ത് മൂത്ത പൈതലിനെ സ്കൂളിൽ വിടേണ്ടത് ആവശ്യമായിരുന്നു. അവള് KG പഠിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് 400 ദിറംസ് ആയിരുന്നു അവിടെ സ്കൂളിൽ ഒരു മാസത്തെ ഫീസ്. അത് അടയ്ക്കുവാനുള്ള നിവൃത്തി ഞങ്ങൾക്ക് അന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഒരു 6 മാസക്കാലം വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നു. ഇളയ 2 പൈതങ്ങൾ പഠിക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയത്തൊക്കെയും ഒത്തിരി ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിലൂടെ അനുഭവിച്ചു. ഞങ്ങൾ അങ്ങനെ കടന്നുപോയെങ്കിലും ദൈവസ്ഥനിൽ പ്രാർത്ഥനയ്ക്ക് ഒരു മുടക്കവും ഞങ്ങൾ വരുത്തിയില്ല. ദൈവം ഞങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ദൈവസ്ഥനിൽ ഉപവസിക്കാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ഞങ്ങൾ ദൈവത്തോട് പറ്റിച്ചേർന്ന് പലപ്പോഴും ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോഴും വചനത്തെ മാത്രം ആശ്രയിച്ച് ഞങ്ങൾ മനുഷ്യരിൽ ആശ്രയിച്ചില്ല. ഒരിക്കൽ പോലും മനുഷ്യരിൽ ആശ്രയിക്കാൻ പോയില്ല. ഞങ്ങളുടെ ഭാരങ്ങളോ പ്രയാസങ്ങളോ വേദനകളോ ഒന്നും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ഞങ്ങൾ പോയില്ല. ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ദൈവസന്നിധിയിൽ പലപ്പോഴും
കാരണം ഹസ്ബൻഡിന് ജോലിയില്ല. അതുകൊണ്ട് ഞങ്ങള് കുഞ്ഞുങ്ങളുമായി പലപ്പോഴും ദൈവസ്ഥലിൽ മണിക്കൂറുകളോളം ഇരിക്കുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ഇടയായി തീർന്നു. ആ സമയത്തൊക്കെ ദൈവം ഞങ്ങളെ ഒരുപാട് ബലപ്പെടുത്തി, ഞങ്ങളെ ഒരുപാട് ശക്തീകരിച്ചു. ഞങ്ങൾ അറിയാത്ത ചില വ്യക്തി ജീവിതങ്ങളിൽ കൂടെ പോലും സ്വർഗ്ഗം ഞങ്ങൾക്ക് വേണ്ടി വലിയ വഴികളെയൊക്കെ തുറന്നു. ആഹാരത്തിന് പോലും നന്നായിട്ട് പട്ടിണി എന്താണെന്ന് അറിഞ്ഞത് ആ സമയത്തൊക്കെ ആയിരുന്നു. ആ സമയത്തൊക്കെയും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു. ഞങ്ങളെ ദേശത്ത് കർത്താവ് നിർത്തി. അതിനുശേഷം അനേക ദൈവദാസന്മാർ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങളോടുള്ള ആലോചന പലപ്പോഴും ദൈവദാസന്മാരെ അറിയിച്ചു. നിങ്ങൾക്ക് അല്പസമയം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കും. എന്നാൽ വഴികളെ തുറക്കും. ഈ ദേശത്ത് ദൈവം നിങ്ങളെ ഉറപ്പിക്കും. ഈ രാജ്യത്തിലെ നന്മകൾ നിങ്ങളുടെ തലമുറകൾ അനുഭവിക്കും എന്നൊക്കെയും പറയുവാൻ ഇടയായി തീർന്നു. എന്നാൽ മാനുഷികമായിട്ട് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവസ്ഥലിൽ വിശ്വസിക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ, നമ്മൾ കടന്നു പോകുന്ന അവസ്ഥകൾ, വിശപ്പ്, അങ്ങനെ പല അവസ്ഥകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമുക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എങ്കിലും ദൈവത്തെ മാത്രം മുറുകെ പിടിച്ച് വാഗ്ദത്തം ചെയ്ത് ദൈവം വിശ്വസ്തനാണ്, വാക്കുമാറാത്തവനാണ്. അത് മാത്രം ഞങ്ങൾ മുറുകെ പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിപ്പാനും ദൈവസ്ഥലിൽ ഉപവസിപ്പാനും ഒക്കെ ഇടയായി തീർന്നു. അങ്ങനെ ഹസ്ബൻഡ് ശരിക്കും സാധനങ്ങളൊക്കെ കടയിൽ വാങ്ങിക്കാൻ പോകുമ്പം ചെറിയ മക്കളാണല്ലോ. അപ്പൊ അവരിങ്ങനെ കൂടെ പോയിട്ട് ഷോപ്പിൽ പോയിട്ട് മിഠായിയും അതും ഇതൊക്കെ എടുക്കുന്ന സമയത്ത് ഹസ്ബൻഡ് അതൊക്കെ തിരിച്ച് വെപ്പിക്കും. കാരണം ഒരു ദിറംസ് പോലും കൊടുത്ത് വാങ്ങിക്കാനുള്ള ഒരു നിവൃത്തി നമുക്കന്ന് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ ഒരു മുസ്ലിമാണ്. അയാൾ ഇങ്ങനെ കടയിൽ ഹസ്ബൻഡ് 1/2 കിലോ അരി, 1 കിലോ അരിയൊക്കെയാ പോയി വാങ്ങിക്കുന്നത്. അപ്പൊ അവിടുത്തെ ആളിങ്ങനെ ചോദിച്ചു, എന്താണ് അവിടുത്തെ ഓണറിന്റെ മോൻ ചോദിച്ചു, ചേട്ടൻ എന്താണ് ഇങ്ങനെ 1 കിലോ അരി, 1/2 കിലോ അരിയൊക്കെ വെച്ച് വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ ജോലി നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞങ്ങളിപ്പോ അങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അവസ്ഥകൾ ഇങ്ങനെ പറയുവാൻ ഇടയായി തീർന്നു. നമ്മൾ ഒരിക്കലും മനുഷ്യരോട് പറയാൻ ആഗ്രഹിച്ചതല്ല. എന്നാൽ ആ വ്യക്തി നമ്മളോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ നമ്മുടെ അവസ്ഥകൾ ഹസ്ബൻഡ് ഇങ്ങനെ തുറന്നു പറഞ്ഞു. അപ്പം അപ്പൊ ആ മോൻ പറഞ്ഞു, ചേട്ടൻ ഭാരപ്പെടണ്ട, നിങ്ങൾ പോകുന്നത് വരെ എപ്പോ വേണമെങ്കിലും ഇവിടെ വന്ന് കടയിൽ വന്ന് സാധനങ്ങൾ വാങ്ങിച്ചു, പൈസ ഒന്നും തരണ്ട, എപ്പോഴെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ മാത്രം ഞങ്ങൾക്ക് ആ പൈസ തന്നാൽ മതി എന്ന് പറയാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങളൊരു 1.5-2 വർഷക്കാലം ഞങ്ങൾ അലൈന്റെ പട്ടണത്തിലായിരുന്നപ്പോ ഞങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്തവരൊക്കെ അവരായിരുന്നു. എന്നാൽ നമ്മുടെ കൂടെ ആരാധിച്ചവരും നമ്മുടെ കൂടെ നിന്നവരും ഒക്കെ നമ്മളെ മാറ്റി നിർത്തിയ അവസ്ഥയിൽ ദൈവം നമ്മൾ അറിയാത്ത ചില വ്യക്തി ജീവിതങ്ങളെ നമുക്ക് വേണ്ടി ഒരുക്കി. അങ്ങനെ ഞങ്ങള് ആഹാരത്തിന്റെ ആ ഒരു ബുദ്ധിമുട്ട് ഞങ്ങളിൽ നിന്ന് മാറുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം ഞങ്ങൾക്ക് റെന്റ് കൊടുക്കേണ്ടത് ആവശ്യമായിരുന്നു. അപ്പൊ ഞങ്ങൾ റൂം എടുത്ത് ഒരു മുസ്ലിമിന്റെ ഒരു സഹോദരനിൽ നിന്നായിരുന്നു. അപ്പൊ പുള്ളി ഇങ്ങനെ ചോദിച്ചു, എന്താണ് റെന്റ് 1-2 മാസം പെൻഡിങ് ആയി. അപ്പൊ ഇങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു, ജോലി നഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ്. അപ്പൊ ആ വ്യക്തി ഞങ്ങളോട് പറയാൻ ഇടയായി തീർന്നു, നിങ്ങള് കുഴപ്പമില്ല, ഉള്ളതുപോലെ തന്നാ മതി, നിങ്ങൾ ഇവിടെ താമസിച്ചോ എന്നിങ്ങനെ പറയാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ ചില വ്യക്തി ജീവിതങ്ങളിൽ കൂടെ കർത്താവ് ഞങ്ങളെ ആ ഒരു വിഷയത്തിന് മധ്യേ ഒരു നീക്കുപോക്ക് തന്നു ദൈവം. ചില വ്യക്തികളിൽ കൂടെ അവരോടൊക്കെ സംസാരിച്ചു ഇടപെട്ടു. അങ്ങനെയാണ് ഞങ്ങൾ ആ സമയങ്ങളൊക്കെയും കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. എന്നാലും പ്രാർത്ഥനകളും കൂട്ടായ്മകളും ഒന്നും ഞങ്ങൾ ഒരിക്കലും മുടക്കിയിരുന്നില്ല. എവിടെ പ്രാർത്ഥനയുണ്ടെങ്കിലും ഞങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു പോകുമായിരുന്നു. കാരണം ദൈവത്തിനല്ലാതെ ഈ വിഷയത്തിന് മധ്യേ പ്രവർത്തിപ്പാൻ മറ്റാർക്കും കഴിയില്ലെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. എന്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും ശരിക്കും ആ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി, ആ കഷ്ടതയുടെ മധ്യേ, പ്രയാസങ്ങളുടെ മധ്യേ ദൈവം കടത്തിവിടുമ്പോൾ ഒരു പരിഹാരം ദൈവം അതിനു മുമ്പേ കണ്ടിട്ടുണ്ട്. കാരണം സത്യമായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം ഒരു നന്മയ്ക്കും കുറവ് വരുത്താത്ത ഒരു നല്ല ദൈവമാണ്. ആ ഭാരത്തിന്റെ മധ്യേ, ആ പ്രയാസത്തിന്റെ മധ്യേ ഞങ്ങൾ കടന്നുപോയ സ്ഥാനത്തൊക്കെയും ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ തന്നെ നിൽക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ പല വ്യക്തി ജീവിതങ്ങളിലെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. കർത്താവ് ഞങ്ങളെ ആ സമയത്തൊക്കെ അതതിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് പലപ്പോഴും ഞങ്ങളെ നടത്തി. അങ്ങനെ കുഞ്ഞിനെ സ്കൂളിൽ വിടാതെ ഒരു 3-4 മാസം ആ ദേശത്ത് ഞങ്ങളങ്ങനെ ആയിരുന്നു. പിന്നീട് എന്താണ് ചെയ്യുമെന്നൊക്കെയും വിചാരിച്ചു. എന്നാൽ ഞങ്ങള് നോക്കിയ സമയത്ത് എന്റെയും കുഞ്ഞുങ്ങളുടെയൊക്കെ വിസയുടെ ഫൈൻ വന്നിട്ട് ഏകദേശം ഒരു 85,000 ദിറംസോളം ഫൈൻ വന്നിങ്ങനെ കിടക്കുകയാണ്. ഞങ്ങൾക്ക് വിസ അടിക്കാൻ പറ്റുന്നില്ല, നാട്ടിൽ പോകാൻ പറ്റുന്നില്ല, പാസ്പോർട്ട് റിന്യൂവൽ അല്ല, വിസ ഇല്ല, ആകെപ്പാടെ പ്രശ്നങ്ങളുടെ മധ്യേ പ്രശ്നങ്ങളാണ്. ചിലപ്പോഴൊക്കെയും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും മാനുഷികമായി നമ്മൾ ചിന്തിക്കും, ഇതിനൊക്കെ ഒരു നീക്കുപോക്ക് എങ്ങനെയാണ് ഉണ്ടാകുക എന്ന് ഞങ്ങൾ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ച് ഒരു ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡ് അന്ന് ഒരു സഭയില് അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് ആയിരിക്കുന്ന സമയമാണ്. അപ്പോഴൊക്കെയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ മാറ്റി നിർത്തിയ സമയത്തൊക്കെയും
ഞങ്ങൾക്ക് വേണ്ടി ദൈവം പല വ്യക്തി ജീവിതങ്ങളെ ഒരുക്കി. ഞാനിപ്പോ പറഞ്ഞല്ലോ, പല നമ്മളറിയാത്ത ചില വ്യക്തി ജീവിതങ്ങളെ കർത്താവ് ഒരുക്കി. അങ്ങനെ ഈ വിസയുടെ കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി ഫൈനായിട്ട് നിൽക്കുന്ന സമയമാണ്. നമ്മൾക്ക് പോലീസ് പിടിച്ചാൽ നമ്മളെ ജയിലിലാക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങള് തലയ്ക്ക് മീതെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ അടിക്കടി വന്ന സമയത്തൊക്കെയും ഞങ്ങളെ ബലപ്പെടുത്തിയത് ദൈവവചനമായിരുന്നു. ദൈവവചനം ഞങ്ങളെ ബലപ്പെടുത്തി. അനേക ദൈവദാസന്മാര്, ദൈവമക്കളിലൂടെ ഞങ്ങൾ അറിയാത്തവര് ഞങ്ങളെ വിളിച്ചും ഞങ്ങളുടെ ഭവനത്തിൽ അന്വേഷിച്ച് വന്നും സഭയിൽ വന്ന ദൈവദാസന്മാര് ഞങ്ങളുടെ തലയിൽ മാത്രം കൈവച്ച് ദൈവാലോചന അറിയിച്ചും ഒക്കെ അങ്ങനെ ഒരുപാട് ദൈവവചനം ഞങ്ങളെ ബലപ്പെടുത്തി ശക്തീകരിച്ചു. പലപ്പോഴും മരിച്ചാ മതിയെന്ന് വരെ എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ കുഞ്ഞുങ്ങളുമായിട്ട് എങ്ങനെ ജീവിക്കും, മരിച്ചാ മതിയെന്ന് വരെ. കാരണം കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോ അവരുടെ വിശപ്പ് കാണുമ്പോൾ മരിച്ചാ മതിയെന്ന് വരെ തോന്നുന്ന അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എങ്കിലും ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിലനിന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചില വഴികളെ, വാതിലുകളെയൊക്കെ തുറന്നു. ആ സമയത്ത് അനേക ദൈവദാസന്മാർ, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്നൊരു ദിവസം ഞങ്ങളിങ്ങനെ സഭയില് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അന്ന് വിസിറ്റിംഗ് പാസ്റ്റേഴ്സ് നാട്ടിൽ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു ദൈവദാസൻ കടന്നു വന്നു. ദൈവദാസൻ ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് ഹസ്ബൻഡിനോട് ചോദിച്ചു, ദൈവദാസനെ ഞാൻ നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ആക്ച്വലി നമുക്ക് ആ ദൈവദാസനെ ഒന്ന് ഭവനത്തിലേക്ക് കൊണ്ടുപോകാൻ മടിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ദൈവദാസന് ഒരു നേരത്തെ ആഹാരം കൊടുക്കാനുള്ള ഒരു കഴിവ് ഞങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. കാരണം ഒരു 3 നേരം ആഹാരം കൊടുക്കാനുള്ള ഒരു പ്രാപ്തി ഞങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞു, ഓക്കെ ദൈവദാസനെ നിങ്ങൾ ഞങ്ങളുടെ ഭവനത്തിലേക്ക് പോരാൻ പറഞ്ഞു. അന്ന് ആ ദൈവദാസൻ ഞങ്ങളുടെ ഭവനത്തിൽ വന്നു. ഞങ്ങളോട് ദൈവാലോചന, ഞങ്ങളുടെ ഒരു കാര്യങ്ങളും ചോദിച്ചില്ല. പക്ഷെ ദൈവാത്മാവ് ദൈവ മനുഷ്യനോട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി. അന്ന് മുതല് ഞാൻ ഹസ്ബൻഡും ദൈവദാസനും 21 ഡേയ്സ് ഫാസ്റ്റിംഗിലൂടെ കടന്നുപോയി. ദേവദാസിലൂടെ പല ദൈവിക ആലോചനകളും ദൈവം അറിയിക്കുവാൻ ഇടയായി തീർന്നു. ആലോചനകളെ മാത്രം മുറുകെ പിടിച്ച് മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം ഓരോ ദിവസവും ആശ്രയിച്ച് ദൈവം കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ അത്ഭുതമായി നടത്തിയ ദൈവം, പരിപാലിച്ച് ദൈവം ഇനിയും നടത്തുമെന്നുള്ള വിശ്വാസം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഈ ഭാരങ്ങളുടെ മധ്യ, പ്രയാസങ്ങളുടെ മധ്യ ദൈവസന്നിധിയിൽ പിറുപിറുക്കാതെ ദൈവത്തോട് പറ്റിച്ചേർന്ന് ഓരോ ദിവസവും ജീവിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. അങ്ങനെ ആ ദൈവദാസനും ഞങ്ങൾ രണ്ടുപേരും 21 ഡേയ്സ് ഫാസ്റ്റിംഗ് എടുത്തു. അതിന്റെ 14ാമത്തെ ദിവസം ആ ദൈവദാസനോട് ഒരു ആലോചന ഞങ്ങളോട് പറഞ്ഞു, ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും ദർശനങ്ങളോ വെളിപ്പാടുകളോ എന്തെങ്കിലും തരുവാണെങ്കിൽ എന്നോട് ഷെയർ ചെയ്യണം. നിങ്ങളെ ദൈവം ഈ രാജ്യത്ത് നിലനിർത്തും. ഈ രാജ്യത്ത് കൊണ്ടുവന്ന ദൈവമാണെങ്കിൽ, ഈ രാജ്യത്തിൽ നിങ്ങളെ ഇത്രത്തോളം അത്ഭുതമായിട്ട് നടത്തിയ ദൈവം അങ്ങാണെങ്കിൽ, ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതുവഴികളെ, വാതിലുകളെ തുറക്കും. ദൈവസന്നിധിയിൽ നിങ്ങൾ വിശ്വസ്തയോടെ നിലനിൽക്കണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം എന്നൊക്കെ ആലോചന പറയുവാൻ ഇടയായി തീർന്നു. അതിന്റെ 14ാമത്തെ ദിവസം ആ ദൈവദാസൻ ഞങ്ങളോട് ഒരു ആലോചന പറഞ്ഞു, ഈ രാജ്യത്തിലെ നിയമങ്ങൾ തന്നെ ദൈവം നിങ്ങൾക്ക് വേണ്ടി മാറ്റിമറിക്കും. നിങ്ങളുടെ വിസ അടിക്കും, കുഞ്ഞുങ്ങളുടെ വിസ അടിക്കും. ദൈവം ഈ രാജ്യത്ത് നിങ്ങളെ നിർത്തും. ഈ രാജ്യത്തിലെ നന്മ അനുഭവിക്കാൻ ഇടയായി തീരുമെന്നൊക്കെയും ഞങ്ങളോട് പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ രാജ്യത്തിൽ ഒരു നിയമം വന്നു. ഇവിടുത്തെ രാജ്യത്തൊരു നിയമം വന്നു. ഇവിടുത്തെ വിസ ഫൈൻ ആയിട്ടുള്ളവരുടെ എല്ലാം ഫൈൻ റിമൂവ് ചെയ്തിട്ട് വിസ റിന്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ഈ രാജ്യത്തൊരു നിയമം വന്നു. കാരണം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ അങ്ങനെ ഒരു പൊതുമാപ്പിന്റെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ എക്സിറ്റ് ആയി പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം നമ്മുടെ വിസ, നമ്മുടെ ചെറിയ ഫൈനുകൾ അടച്ചിട്ട് നമുക്കിവിടെ നിൽക്കുവാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ ഒരു മാസം കടന്നുപോയി. അപ്പോൾ ഞങ്ങൾ ഫൈൻ അടയ്ക്കാനുള്ള ഒരു കഴിവ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിന്റെ ലാസ്റ്റ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ നിയമം 1 മാസത്തെയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. ആ ദൈവദാസനോട് വ്യക്തമായിട്ട് ആലോചന പറഞ്ഞായിരുന്നു, രാജ്യത്തിലെ അധികാരികളോട് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇടപെടും, സംസാരിക്കും. നിങ്ങളുടെ വിസ ഈ പ്രാവശ്യം അടിക്കുമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. അതുപോലെ തന്നെ 1 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത സമയത്ത് ഞങ്ങളുടെ 4 പേരുടെയും വിസ അടിക്കുവാനും ഫൈനുകളെല്ലാം റിമൂവ് ചെയ്യുവാനും സർവശക്തനായ ദൈവം സഹായിച്ചു. ഞങ്ങൾക്ക് പിന്നെ ഈ രാജ്യത്ത് ഞങ്ങൾ അലൈന്റെ പ്രദേശത്ത് നിന്ന് പിന്നെ ഈ അബുദാബിയുടെ പട്ടണത്തിലേക്ക് ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നു. അതും ദൈവാലോചനയായിരുന്നു. അതിനുവേണ്ടി ദൈവം ചില മുഖാന്തരങ്ങളെ ഒരുക്കുമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞിരുന്നല്ലോ, കുഞ്ഞിന് 4 മാസത്തോളം അവിടെ സ്കൂളിൽ പോകാതെ ഈ 400 ദിർഹംസ് അടയ്ക്കുവാനില്ലാത്തതിന്റെ പേര് സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം വെറുതെ ഒരു ദിവസം ഞങ്ങൾ അബുദാബിയുടെ പ്രദേശത്തേക്ക് കടന്നു വന്നപ്പോൾ ഹസ്ബൻഡ് വെറുതെ സ്കൂളിൽ ഒന്ന് കയറി ചോദിച്ചതാണ് അഡ്മിഷൻ ഉണ്ടോ എന്ന്. അപ്പൊ അവിടെ അഡ്മിഷന് വേണ്ടി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു
സമയമാണെങ്കിലും അവിടുത്തെ അഡ്മിനിൽ ഇരുന്ന ഒരാള് ഒരു വിശ്വാസിയായിരുന്നു. അവര് പറഞ്ഞു ഇന്ന് 3 മണിക്ക് ഒരു ക്യാൻസലേഷൻ നടക്കും. അങ്ങനെ നടക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കും. നിങ്ങൾ നാളെ തന്നെ വന്ന് കുഞ്ഞിന്റെ ഫീസ് അടയ്ക്കണം. 3 മന്ത് ഫീസ് അടയ്ക്കണം. കുഞ്ഞിന് അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കറക്റ്റ് 4 മണി ആയപ്പോഴത്തേക്കും ആ സ്കൂളിൽ നിന്ന് സ്റ്റാഫ് വിളിച്ചു. ഇന്നതുപോലെ ഒരു ക്യാൻസലേഷൻ നടന്നിട്ടുണ്ട്. നിങ്ങളുടെ കുഞ്ഞിന് അഡ്മിഷന് വേണം, ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നാളെ കടന്നു വരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അതിന്റെ പ്രദേശത്ത് നിന്ന് ദേശത്തേക്ക് കടന്നു വന്നു. കടന്നു വന്നിട്ട് കുഞ്ഞിന് ഇന്റർവ്യൂ ചെയ്തു, പാസ്സായി. പക്ഷെ അവര് പറഞ്ഞു ഫീസ് അടച്ചേക്കാൻ പറഞ്ഞു. അതെനിക്ക് തോന്നുന്നു 2500 ദിറംസ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ കയ്യിൽ ഒരു ദിറംസ് ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അത് എടുക്കാൻ ഒരു ദിറംസ് ഇല്ലാതിരിക്കുന്ന സമയത്താണ് അവർ നമ്മളോട് 2500 ദിറംസ് അടയ്ക്കാൻ പറഞ്ഞത്. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു ഇപ്പോൾ എന്റെ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ വിശ്വാസത്താൽ അങ്ങ് പറഞ്ഞു. അന്നൊരു സാറ്റർഡേ ആയിരുന്നു. ഞങ്ങൾ പറഞ്ഞു മൺഡേ വന്ന് ഫീസ് അടയ്ക്കാമെന്ന് പറഞ്ഞു. ഒരു സാധ്യതയും നമ്മുടെ കയ്യിലില്ല, നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല, എങ്കിലും നമ്മൾ വിശ്വാസത്താൽ അങ്ങ് പറഞ്ഞതാണ്. അപ്പൊ അവര് പറഞ്ഞു അത് നടക്കുമെന്ന് തോന്നുന്നില്ല, എങ്കിലും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവര് നമുക്ക് ഒരു ദിവസം അവധി തന്നു. അങ്ങനെ മൺഡേ ഒന്ന് ഫീസ് അടയ്ക്കാൻ പറഞ്ഞു. ഫീസ് അടയ്ക്കാൻ പറഞ്ഞെങ്കിലും നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ അങ്ങാണ് അഡ്മിഷൻ തന്നത്, നിങ്ങൾക്ക് അബുദാബിയുടെ പട്ടണത്തിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ദൈവം ഒരു വഴി തുറക്കുമെന്ന് പറഞ്ഞെങ്കിൽ കുഞ്ഞിന് അഡ്മിഷൻ തന്നാണ് കർത്താവ് ആ വഴി തുറന്നത്. അങ്ങനെയെങ്കിൽ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ അന്ന് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയൊക്കെ ദൈവസ്ഥലിൽ കരയുവാൻ ഇടയായി തീർന്നു. ഞായറാഴ്ച ഒരു ദിവസമുണ്ട്, അന്ന് പ്രാർത്ഥിച്ചു. തിങ്കളാഴ്ച രാവിലെ അവൾക്ക് അടയ്ക്കുവാനുള്ള പണം കർത്താവ് ഞങ്ങളുടെ കാര്യങ്ങളിൽ ചില വ്യക്തി ജീവിതങ്ങളിൽ കൂടെ ഒരുക്കി കുഞ്ഞിന്റെ ഫീസ് കൊണ്ട് അടച്ചു. അങ്ങനെ ഞങ്ങള് പിന്നെ ഈ അബുദാബിയുടെ പട്ടണത്തിലേക്ക് വന്നു. മക്കള് 3 പേർക്കും അവിടെ പിന്നെ അവസ്ഥകൾക്ക് മാറ്റം വന്നു. ഹസ്ബൻഡിന് ജോലി മറ്റൊരു ജോലി ലഭിക്കാനിടയായി തീർന്നു. ഞങ്ങളൊരു 2-3 വർഷം കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ട അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു വന്നെങ്കിലും ദൈവത്തെ തള്ളിപ്പറയാതെ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്ത ദൈവം, ഞങ്ങൾക്ക് വേണ്ടി അതിശയങ്ങൾ ചെയ്ത ദൈവം, ഒരു കുറവുമില്ലാതെ മരുഭൂമി നടത്തിയ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വീണ്ടും അത്ഭുതം ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ മാത്രം മുറുകെ പിടിച്ച് ഞങ്ങള് ആ ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെ മധ്യയൊക്കെ ഞങ്ങൾ കടന്നുപോയി. ആ സമയത്തൊക്കെയും കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തി. വചനത്തിലൂടെയാണ് പലപ്പോഴും വചനം വായിക്കുമ്പോഴൊക്കെയും കർത്താവ് നമ്മൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിന് മധ്യേ കർത്താവ് ആ വചനം തന്നെ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ബലപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. അബുദാബിയുടെ പട്ടണത്തിലേക്ക് കടന്നു വന്നു. കുഞ്ഞുങ്ങൾക്ക് 3 പേർക്ക് സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കാനും സ്കൂളിൽ പോകാനൊക്കെ സ്വർഗം സഹായിച്ചു. അതുപോലെ തന്നെ ഹസ്ബൻഡിന് ഒരു ജോലി ലഭിക്കാൻ ഇടയായി തീർന്നു. കുറച്ച് ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു നല്ല ജോലി ലഭിക്കാൻ ഇടയായി തീർന്നു. അപ്പോൾ നമ്മുടെ ആ ഭാരത്തിന്റെ മധ്യേ പ്രയാസത്തിന്റെ മധ്യേ കർത്താവ് ഞങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഒന്നും ഇല്ല എന്നും തന്നെയായിരുന്നു. നിർത്തുമെന്ന് പറഞ്ഞ ദൈവം, നടത്തുമെന്ന് പറഞ്ഞ ദൈവം, ഈ ദേശത്ത് ഉറപ്പിക്കുമെന്ന് പറഞ്ഞ ദൈവം വിശ്വസ്തയോടെ ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്യുവാൻ ഇടയായി തീർന്നു. ഇന്ന് 2018 രാജ്യം വിട്ടു പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും ഒക്കെയാണ് കഷ്ടതയുടെ മധ്യേ. എന്നാൽ ഈ 2025 കർത്താവ് ഞങ്ങളെ അത്ഭുതമായി ഈ മരുഭൂമി നടത്തുന്നു. പറയുവാൻ യോഗ്യതകളോ ശ്രേഷ്ഠതകളോ ഒന്നുമില്ല. ദൈവത്തിന്റെ കരുണയല്ലാതെ, കർത്താവിന്റെ കൃപയല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല. പലപ്പോഴും അവിശ്വസ്തരായിരുന്ന സ്ഥാനത്തൊക്കെയും സ്വർഗം വിശ്വസ്തരം തന്നെ ഇന്നുവരെ നടത്തുന്നു. ഞങ്ങൾക്ക് ആവോളം കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ ദൈവസ്ഥനിൽ ചെയ്യുവാൻ ദൈവം ഞങ്ങളെ ഇന്നുവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഈ പ്രദേശത്ത് നിൽക്കുമെന്നൊന്നും ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ ചിന്തിച്ചതേ അല്ല. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. ഞങ്ങളെ ഈ കഷ്ടതയിലൂടെ കടത്തിവിട്ടപ്പോൾ അതിനു മുമ്പേ പരിഹാരം ദൈവം ഞങ്ങൾക്ക് വേണ്ടി കണ്ടിരുന്നു. വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അന്ന് ഞങ്ങൾ ഫൈൻ അടയ്ക്കാൻ ചിലപ്പോൾ മനുഷ്യരിലോ ഞങ്ങളുടെ ചർച്ചിലുള്ളവരോടൊക്കെ ഞങ്ങൾ ചിലപ്പം സാമ്പത്തികമായ നന്മകളൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് ഞങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ അത് അവരെ കൊണ്ട് ആർക്കും അത് നികത്തുവാൻ കഴിയാത്ത ഒരു എമൗണ്ട് ആയിരുന്നു. നമ്മൾ ചോദിച്ചു എന്നുള്ള ഒരു പേരും വരും, ആർക്കും അതിലൊരു പരിഹാരം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. എന്നാൽ സർവശക്തനും സർവ്വവ്യാപിയുമായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ വിഷയങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. ഞങ്ങൾ ദൈവസ്ഥലിൽ മുട്ടുമടക്കി രാവും പകലും ദൈവസ്ഥലിൽ കരയുവാനൊക്കെ ഇടയായി തീർന്നു. വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ രാപകൽ ദൈവസ്ഥലിൽ നിലവിളിക്കുന്ന തന്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ കർത്താവ് ദീർഘക്ഷമയുള്ളവനെങ്കിലും പരിഹാരം നൽകും എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഇടയായി തീർന്നു. 3 മക്കൾ നിന്ന് ദേശത്ത് പഠിക്കുന്നു. അതിനുശേഷം
അനേക വാഗ്ദത്തങ്ങൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുവാൻ ഇടയായി തീർന്നു. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് ഇപ്പോഴും ഒരു കമ്പനി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അത് ക്യാൻസൽ ചെയ്തു. എന്നാൽ അനേക ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ദേശത്ത് ട്രൈ ചെയ്തു. എന്നാൽ എനിക്കൊരു ജോലി ലഭിക്കാൻ ഇടയായി തീർന്നിട്ടില്ല. എന്നാൽ എന്നോട് അനേക ദൈവദാസന്മാർ ദൈവാലോചന അറിയിക്കുവാൻ ഇടയായി തീർന്നു. കർത്താവിന്റെ വേലയും അതോടൊപ്പം തന്നെ അനേകർക്ക് നിങ്ങളുടെ സാക്ഷ്യം, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സാക്ഷ്യം അത് അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരും, അനേകർക്ക് ഒരു ആശ്വാസവും അനേകർക്ക് ഒരു വിടുതലുമായി തീരും എന്നൊക്കെ പറയുവാൻ ഇടയായി തീർന്നു. ഞാനിപ്പോൾ ഇത് പറയുന്നത് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഞങ്ങളെപ്പോലെ തന്നെ ഭാരത്തിലൂടെ പ്രയാസമുണ്ട്, സാമ്പത്തികമായ വിഷയങ്ങളുടെ മധ്യേ അല്ലെങ്കിൽ വിസയുടെ വിഷയങ്ങളുടെ മധ്യേ ഇതുപോലെ ഫൈൻ ഒക്കെ ആയിരിക്കുന്ന പല വ്യക്തി ജീവിതങ്ങൾ ഉണ്ടായിരിക്കും. നമ്മളെ കൊണ്ട് നോക്കിയാൽ ഒരു രീതിയിലും അതിന്റെ രണ്ടറ്റത്ത് നമുക്ക് എത്തിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടായിരിക്കും. പക്ഷേ ഞങ്ങളെ വിടുവിച്ച ദൈവം, ഞങ്ങൾക്ക് വേണ്ടി അധികാരികളുടെ ഹൃദയങ്ങളോട്, ഇവിടുത്തെ രാജാക്കന്മാരോട് സംസാരിച്ച ദൈവം, നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മധ്യേ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, നിങ്ങളുടെ വിഷയത്തിന് മധ്യേ ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നമ്മുടെ വിചാരങ്ങളല്ല, നമ്മുടെ ചിന്തകളല്ല. ദൈവം നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ഭാരത്തിലൂടെ, നമ്മൾ എത്ര പ്രയാസത്തിലൂടെ നമ്മൾ കടന്നു പോയാലും നമ്മൾ വീണു പോകാൻ ദൈവം സമ്മതിക്കില്ല. നമ്മൾ തകർന്നു പോകുമെന്ന്, വീണു പോകുമെന്നൊക്കെ തോന്നുന്ന സ്ഥാനത്ത് കർത്താവ് നമ്മളെ കരം പിടിച്ച് നടത്തുക തന്നെ ചെയ്യും. കാരണം മറ്റുള്ളവരുടെ മുന്നിൽ ഒരു നിന്ദയാക്കുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ലജ്ജയാക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. കാരണം എന്നോട് ദൈവാലോചന ഉണ്ടായിരുന്നു, ഈ രാജ്യത്ത് നിന്റെ പേരിലെ ചില സ്ഥാപനങ്ങൾ ഞാൻ നൽകുമെന്ന്. നമ്മൾ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികമോ അതിനുള്ള ഒരു ശ്രേഷ്ഠത നമ്മൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒന്നും ആരുമില്ല. ഞങ്ങളിങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവ് എന്താണ് ദൈവത്തിന്റെ ഹിതം എന്തോ അത് മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറണം, ദൈവഹിതമല്ലാത്ത ഒന്നിനും കരം കൊടുപ്പാൻ സ്വർഗ്ഗം സമ്മതിക്കില്ലേ എന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ പലപ്പോഴും പ്രാർത്ഥിപ്പാനും യാചിപ്പാനൊക്കെ ഇടയായി തീർന്നു. ദൈവസന്നിധിയിൽ കരയുവാനല്ലാതെ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നിനും കഴിഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഹസ്ബൻഡ് ജോലി റിസൈൻ ചെയ്തു. അപ്പോൾ ആ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്തു പോകാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ജോലി റിസൈൻ ചെയ്തു. എനിക്കും ജോലിയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ദൈവം നമ്മളോട് അറിയിച്ച ചില വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ പേരിൽ ചില സ്ഥാപനങ്ങൾ ഈ രാജ്യത്ത് കർത്താവ് നൽകുമെന്ന്. അപ്രകാരം തന്നെ ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ചില മുഖാന്തരങ്ങളെ ദൈവം ഒരുക്കി. ഈ ദിവസങ്ങളിൽ ചെറുതായിട്ട് സ്വന്തമായി ചില ബിസിനസ് ചെയ്യാൻ വേണ്ടി അതിന്റെ ലൈസൻസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കർത്താവ് വഴികളെ തുറന്നു. അതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ പൂർത്തിയായിട്ടിരിക്കുന്നു. ദൈവജനം ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ അവസാനത്തോളം വിശ്വസ്തയോടെ നിലനിൽപ്പാൻ, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളെ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ ചെയ്യുവാൻ വേണ്ടി ദൈവസഭ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ ഈ ഈ അബുദാബിയുടെ പട്ടണത്തിൽ അനേക ശ്രേഷ്ഠന്മാരുടെ മധ്യേ കർത്താവ് ഞങ്ങളെയും അത്ഭുതമായിട്ട് നടത്തുന്നു. പൊഴുവാൻ ഞങ്ങൾക്കൊന്നുമില്ല, പ്രശംസിപ്പാനൊന്നുമില്ല. അനേകർ ഞങ്ങളെ നിന്ദിച്ചവരുടെ മുന്നിൽ, ഞങ്ങളെ മാറ്റി നിർത്തിയവരുടെ മുന്നിൽ, ഒരു നന്മ ഉണ്ടാകില്ലെന്ന് പറഞ്ഞവരുടെ മുന്നിലൊക്കെ കർത്താവ് ഞങ്ങളെ ഇത്രത്തോളം അത്ഭുതമായിട്ട് നടത്തുന്നു. എനിക്കൊന്ന് മാത്രമേ പറയുവാനുള്ളൂ. ഭാരത്തോടെ, പ്രയാസത്തോടെ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുടെ മധ്യേ, രോഗത്താൽ അല്ലെങ്കിൽ തലമുറകളെ ഓർത്ത് ഞാനൊക്കെ ഒരുപാട് ഭാരപ്പെട്ടതാണ്. കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും, അവരെ എങ്ങനെ ഈ രാജ്യത്ത് പഠിപ്പിക്കും, നാട്ടിലേക്ക് കടന്നു പോയാലൊന്നൊക്കെ ഒത്തിരി ചിന്തകൾ ജീവിതത്തിൽ കടന്നു വന്ന സാഹചര്യങ്ങളൊക്കെ എന്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ ദൈവം നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മളെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ പല ശോധനകളിലൂടെ, പല കഷ്ടങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അപ്പോഴൊക്കെ ദൈവത്തെ മാത്രം മുറുകെ പിടിക്കണം. നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തെ മാത്രം മുറുകെ പിടിച്ച് ക്രൂസിലേക്ക് നോക്കി വചനം വായിച്ച് നമ്മൾ ഓരോ ദിവസവും ബലപ്പെടണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ട സമയത്തൊക്കെയും എങ്ങനെ ഇവരെ പഠിപ്പിക്കും, എങ്ങനെ ഇവർക്ക് ആഹാരം കൊടുക്കും, ആ സമയത്തൊക്കെ എന്റെ കുഞ്ഞുങ്ങൾ ഒരു നല്ല ഡ്രസ്സ് പോലും ഇട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ആ സമയത്തൊക്കെയും ഒത്തിരി പരിഹാസങ്ങളും നിന്ദകളൊക്കെയും ഞങ്ങൾ ആയിരുന്ന സ്ഥാനത്തൊക്കെ ഞങ്ങൾക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അവരോടൊന്നും മറുപടി പറയാതെ ദൈവത്തെ മാത്രം ആശ്രയിച്ചു. ഇന്ന് മക്കളെ 3 പേരെയും രാജ്യത്ത് പഠിക്കാനുള്ള സാഹചര്യങ്ങളെ ദൈവം ഒരുക്കി. ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള പ്രാപ്തിയില്ല. കാരണം ഇവിടെ എഡ്യൂക്കേഷൻ നല്ല ഫീസാണ്. എങ്ങനെ ആകുമെന്നൊക്കെ ഓർത്ത് ചിന്തിച്ച സ്ഥാനത്ത് നല്ല സ്കൂളുകളിൽ അഡ്മിഷൻ തന്ന് ഉന്നതന്മാരുടെ കുഞ്ഞുങ്ങളുടെ മധ്യേ സാധുക്കളായ നമ്മുടെ കുഞ്ഞുങ്ങളെയും ദൈവം ഇരുത്തി അവർക്ക് പഠിക്കാൻ ആവശ്യമായ എല്ലാ വഴികളെയും കർത്താവ് തുറന്ന് ദൈവം ഇത്രത്തോളം നടത്തിയിരിക്കുന്നു.
ഈ രാജ്യത്ത് കർത്താവ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എന്തോ അപ്രകാരമായി തീരുവാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു. കഷ്ടതയിലൂടെ, ഭാരത്തിലൂടെ, വേദനയിലൂടെ, പ്രയാസത്തിലൂടെ ഒക്കെ കടന്നു പോകുന്ന അനേകരുണ്ടായിരിക്കും. നമുക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം മറ്റുള്ളവരോട് ഷെയർ ചെയ്താൽ അവരത് എങ്ങനെ എടുക്കുമെന്നോ അല്ലെങ്കിൽ അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റുമെന്നോ ഒന്നും നമുക്കറിയത്തില്ല. എന്നാൽ നമുക്ക് പറയാൻ പറ്റാത്ത, മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളോട് മനസ്സലിവുള്ള ദൈവമാണ്, നമ്മളോട് കരുണയുള്ള ദൈവമാണ്, നമ്മളെ ചേർത്ത് നിർത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങളില്, നമ്മുടെ ഭാരങ്ങളില് നമ്മളെ തള്ളിക്കളയാതെ, മറ്റുള്ളവരുടെ മുന്നിൽ ഒരു നിന്ദയാക്കാതെ നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു നല്ല ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവം മാത്രമേ നമ്മളെ സഹായിക്കാൻ കഴിയുള്ളൂ. ഈ ഭാരത്തിന്റെയും പ്രയാസത്തിന്റെയും ഒക്കെ മധ്യമൊക്കെയും പലപ്പോഴും പല പല ചിന്തകളൊക്കെയും ജീവിതത്തിൽ കടന്നു വന്ന്, എന്താണ് ദൈവസ്ഥനിൽ ഇത്രത്തോളം വിശ്വസ്തരായിരുന്നിട്ട് ആവോളം ദൈവത്തിന് വേണ്ടി ഓടിയിട്ട്, ദൈവദാസന്മാര് ദൈവമക്കളെ മാനിച്ചിട്ട്, ഉപവസിച്ചിട്ട്, പ്രാർത്ഥിച്ചിട്ട് എന്താണ് ഇത്രയും ഒരു വലിയ പ്രതികൂലം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നതെന്നൊക്കെയും പലപ്പോഴും ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഭാരപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെയും ദൈവത്തിന് നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ഒരു പദ്ധതി ഇല്ലാതെ നമ്മളെ ഈ കഷ്ടതയുടെ മധ്യ ദൈവം കടത്തിവിടത്തില്ല. അല്ലെങ്കിൽ അതിന്റെ മധ്യം നമുക്ക് തരുന്ന കഷ്ടത സഹിക്കാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് തരും. നമുക്ക് സഹിക്കാവുന്നതിലപ്പുറം ഒന്നും ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുത്തത്തില്ല. അങ്ങനെ ആ കഷ്ടതയുടെ മധ്യം, ഭാരത്തിന്റെ മധ്യമൊക്കെ നമ്മൾ പിടിച്ചു നിൽക്കാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് തന്നു. അതുകൊണ്ട് നമ്മളെ നിന്ദിച്ചവരും നമ്മളെ മാറ്റി നിർത്തിയവരൊക്കെയും പിന്നീട് നമ്മുടെ കൂടെ കൂടുന്ന ഒരവസ്ഥ, അന്ന് നിങ്ങളുടെ ഭാരത്തിന് മധ്യം ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും വലിയൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയത് എന്ന് ഒക്കെ അവർ പിന്നീട് പറയുവാൻ ഇടയായി തീർന്നു. എങ്കിലും നമ്മളെ മാറ്റി നിർത്തിയവരുടെ മുന്നില്, നമ്മളെ നിന്ദിച്ചവരുടെ മുന്നില്, നമ്മൾ ഒന്നുമല്ല എന്ന് കണ്ടവരുടെ മുന്നിലൊക്കെയും സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തു. എനിക്ക് പറയുവാൻ ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ ഏറിടുമ്പോൾ ദൈവത്തെ മാത്രം മുറുകെ പിടിക്കുക, വചനം വായിക്കുക, ദൈവസ്ഥലിൽ ഉപവസിക്കുക, ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുക. നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കേണ്ട, മനുഷ്യന് ചെയ്യാവുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. എന്നാൽ നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിച്ച് ദൈവസന്നിധിയിൽ ദൈവം നമ്മളെ ഒരു ആലോചന അറിയിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആലോചനകൾ അത് ഒന്നും ഇല്ല എന്നുമാണ്. നമ്മൾ ദൈവസന്നിധിയിൽ ആ ആലോചനയെ മാത്രം മുറുകെ പിടിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. ഈ ദേശത്ത് കഴിഞ്ഞ 15 വർഷമായി കർത്താവ് ഞങ്ങളെ അത്ഭുതമായി, അതിശയമായി, ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഓരോ ദിവസവും കർത്താവ് ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്നു. അനേക ദൈവദാസന്മാരുടെ, ദൈവമക്കളുടെ പ്രാർത്ഥന ഒന്ന് മാത്രമാണ് ഞങ്ങളെ ഈ ദേശത്ത് കർത്താവ് നിർത്തിയിരിക്കുന്നത്. ഇന്നും ഞങ്ങൾ അനേകർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനും, ഞങ്ങളുടെ ഈ സാക്ഷ്യം പലപ്പോഴും ഞാൻ പല സ്ഥലത്തും എൻ്റെ ഈ സാക്ഷ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം എൻ്റെ ഈ സാക്ഷ്യം പലരെയും ബലപ്പെടുത്തുന്നതാണ്. ഞാനിപ്പോ പറഞ്ഞല്ലോ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്നവരുണ്ടായിരിക്കും. ഈ ഒരു വിഷയത്തിന് മധ്യ പാസ്പോർട്ട് ഇല്ലാതെ, വിസ റിന്യൂ ചെയ്യാതെ, അല്ലെങ്കിൽ ജോലി ഇല്ലാതെ, സാലറി പെൻഡിങ് ആയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. തലമുറകളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. നാട്ടിലേക്കൊന്ന് കടന്നു പോകാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട്. അങ്ങനെ നിരവധി നിയമപരമായ അനവധി കുരുക്കളുടെ മധ്യയായിരിക്കുന്നവരൊക്കെ ഉണ്ട്. ഈ രാജ്യത്ത് നമ്മളെ സഹായിപ്പാൻ സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അധികാരികളുടെ ഹൃദയങ്ങളോട് ഇടപെടുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അങ്ങനെ ആയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാരപ്പെടണ്ട, പ്രയാസപ്പെടണ്ട. കാരണം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത ദൈവം, ഞങ്ങൾക്ക് വേണ്ടി അതിശയങ്ങളെ ചെയ്ത ദൈവം, ഞങ്ങൾക്ക് വേണ്ടി വീര്യപ്രവർത്തികളെ ചെയ്ത ദൈവം നിങ്ങളെ സഹായിക്കാൻ വിശ്വസ്തനാണ്. നമ്മൾ ദൈവത്തിൽ വിശ്വസ്തയോടുകൂടെ നിലനിന്നാൽ ദൈവം നമ്മളോടും വിശ്വസ്തയോടുകൂടി ആയിരിക്കും. എൻ്റെ ഈ സാക്ഷ്യം നിങ്ങൾക്ക് ഈ ഭാരത്തിലൂടെ കടന്നു പോകുന്ന ആർക്കെങ്കിലും ഒരു ആശ്വാസമായി തീരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഹസ്ബൻഡ്, 3 മക്കള്. മൂത്തയാള് 7th പഠിക്കുന്നത്, രണ്ടാമത്തെ ആള് 5th, മൂന്നാമത്തെ ആള് 3rd പഠിക്കുന്നത്. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളും ഇവിടെ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഹസ്ബൻഡ് ഇവിടെ ഒരു ചർച്ചിൽ അസിസ്റ്റന്റ് പാസ്റ്ററായിട്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ജോലിയും ചെയ്യുന്നു. ഞങ്ങളെ ഓർത്ത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം. ഈ ദേശത്ത് കർത്താവ് ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്തോ അപ്രകാരം മാത്രമായി തീരാൻ, സാമ്പത്തികമായ ഒരു നന്മ മാത്രമല്ല, അത് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് അന്നെന്നുള്ളത് തന്ന് നമ്മളെ ദൈവം നടത്തിയാൽ മതി. അതിനൊക്കെ ഉപരിയായി ആത്മീയമായി ഉണരുവാൻ, അനേകർക്ക് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ ഇടിവ് നിൽപ്പാൻ, കരയുവാൻ, പ്രാർത്ഥിപ്പാനൊക്കെ കർത്താവ് വീണ്ടും ഞങ്ങളെ ബലപ്പെടുത്തേണ്ടതിനായി, ശക്തീകരിക്കേണ്ടതിനായി ദൈവസഭ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളോടൊപ്പം അല്പസമയമായിരിക്കാൻ കർത്താവ് എനിക്ക് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. ഞാൻ ഒരു വാക്യം മാത്രം വായിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യമാണ് 1 പത്രോസ്
5-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അതെ പ്രിയപ്പെട്ട, വളരെ ശ്രദ്ധേയമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. ബൈബിൾ പറയുന്നു, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. അതുകൊണ്ട് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കണം. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമയത്തല്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന ഒരു സമയത്തല്ല ദൈവം നമ്മളെ ഉയർത്തുന്നത്. ദൈവത്തിനൊരു സമയമുണ്ട്. ആ ദൈവത്തിന്റെ സമയം വരെ നമ്മൾ ദൈവസന്നിധിയിൽ താണിരിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്താൽ ദൈവത്തിന്റെ സമയമാകുമ്പോൾ കർത്താവ് നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും. രണ്ടാമത് പറയുന്നു, അവൻ നിങ്ങൾക്ക് വേണ്ടി സകലതും കരുതുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതയാത്രയില് ഒരു മനുഷ്യന്റെ ജീവിതത്തില് അവന്റെ മുമ്പില് പിശാചു കൊണ്ടുവരുന്ന പലതരം ചിന്തകള്, പലതരം ആകുലതകളൊക്കെ ഉണ്ട്. നാളെയെ കുറിച്ച്, അല്ലെങ്കിൽ അടുത്ത നിമിഷത്തെ കുറിച്ച്, അല്ല അടുത്ത ആഴ്ചയെ കുറിച്ച്, അല്ലെങ്കിൽ അടുത്ത മാസം എന്താകും, എങ്ങനെയാകും, നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട്, രോഗങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, നമ്മുടെ ജീവിതം തകർന്നു പോകും എന്നൊക്കെ ആകുലത കൊണ്ട് ഇട്ട് നമ്മളെ പലപ്പോഴും ശത്രുവായവൻ നമ്മളെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റിക്കളയുവാൻ ഉള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ ദൈവവചനത്തിന് വിപരീതമായി, അതായത് ആത്മാവിൽ സഞ്ചരിക്കുന്നവരാണെങ്കിൽ പോലും ചില സമയത്ത് എങ്കിലും പിശാച് ചില ആകുലതകൾ ഇട്ട്, കർത്താവ് തന്നെ പറയുന്നു, നാളെയെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. ആ വചനം നിൽക്കുമ്പോൾ തന്നെ സാത്താൻ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ഊടാടി സഞ്ചരിച്ച് എന്നെയും നിങ്ങളെയും തകർത്ത് കളയുവാൻ ആകുലതകൾ കൊണ്ടുവന്നിട്ട് പോരാടുന്നു. പ്രിയപ്പെട്ടവരെ, ബൈബിൾ പറയുന്നു, തളർന്നു പോകരുത്. നമ്മുടെ ചിന്ത മുഴുവനും ദൈവത്തിന്റെ മേലിട്ടുകൊള്ളുവിൻ. നമ്മൾ മനുഷ്യന്റെ മേൽ ഇട്ടാലോ, അല്ലെങ്കിൽ നമ്മളിപ്പം ഭവനത്തിലായിരിക്കുമ്പോൾ നമ്മുടെ എനിക്കിപ്പോ എന്തെങ്കിലും ഒരു ഭാരമുണ്ടെങ്കിൽ എന്റെ ഭർത്താവിന്റെ മേല് ഞാനത് പറഞ്ഞാലോ, അല്ലെ ഭർത്താവിന്റെ മേൽ എന്തെങ്കിലും ഭാരങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ എന്റെ മേൽ പറഞ്ഞാലോ, നമുക്കത് തീർക്കുവാൻ ഒന്നും കഴിയത്തില്ല. അതിനൊന്നൊരു പൂർണ്ണമായ ഒരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയില്ല. എന്നാൽ വചനത്തിൽ പറയുന്ന പോലെ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും എന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ദൈവം നമ്മളെ പുലർത്തുന്ന ദൈവമാണ്, നമ്മളെ നിലനിർത്തുന്ന ദൈവമാണ്, നമ്മളെ താങ്ങുന്ന, നമ്മളെ കരുതുന്ന ഒരു നല്ല ദൈവമാണ്. ബൈബിൾ നമുക്ക് ഉറപ്പ് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും നേരിടുന്ന ചില വിഷയങ്ങള്, ചില സന്ദർഭങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ വല്ലാതങ്ങ് തളർന്ന് ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാൻ കഴിയാതെ നമ്മൾ കിടക്കയിൽ തന്നെ ആയിരിക്കുന്ന ചില അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ? എത്രയോ പേർ അടുത്ത നിമിഷം ഇനി ജീവിക്കേണ്ട, ഇനി ജീവിക്കുന്നതിൽ അർത്ഥമില്ല, ഇനി എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന എത്രയോ പേർ ഈ ഭൂമിയിലുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ ദൈവവചനം പറയുന്നു, അല്ല, അവൻ നമ്മളെ പിശാച് കൊണ്ടുവരുന്ന ചിന്തകളെ, സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. പ്രിയപ്പെട്ടവരെ, ബൈബിൾ പറയുന്നു, നാളെക്കുറിച്ച് നീ വിചാരപ്പെടരുത്. യേശു പറയുന്നത്, വിചാരപ്പെടുന്നതുകൊണ്ട് അതിന്റെ ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയത്തില്ല. അതുകൊണ്ട് ഈ മെസ്സേജ് കേൾക്കുന്ന ഞാനും നിങ്ങളും എല്ലാവരും നമുക്ക് മാനുഷികമായ ചിന്തകളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളവരാണ്. എന്നാൽ നമ്മുടെ ചിന്തകളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇറക്കി വെച്ച് കർത്താവിന്റെ സന്നിധിയിൽ ബലത്തോടെ ഓട്ടം തേക്കാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. കർത്താവ് നമ്മളെ അതിനായി സഹായിക്കും. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചും ഉപവസിച്ചും ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടി നിലനിൽക്കുകയാണെങ്കിൽ കർത്താവ് നമുക്ക് അതിനുവേണ്ടി വഴികളെയും വാതിലുകളെയും ഒക്കെ തുറന്നു തരും. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ദൈവം വാക്കുമാറാത്ത ദൈവമാണ്. നമ്മളെ കരുതുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടി തുണ നിൽക്കുന്ന ഒരു നല്ല ദൈവമാണ്. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞാൻ വിഷയങ്ങളെല്ലാം സമർപ്പിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന എല്ലാ പ്രിയപ്പെട്ടവരിലും നന്ദിയെ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ വീണ്ടും ഞങ്ങളെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ബെൻ എന്നാണ്. എൻ്റെ വൈഫാണ് കുറച്ചു മുമ്പേ സാക്ഷ്യം പറയുവാനും പ്രബോധനം പറയുവാനും ഇടയായി തീർന്നത്. ഇന്ന് പകലിൽ ജീവിക്കുന്ന ഒരു ദൈവത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ഈ ഭാഗ്യത്തെ ഞാൻ ഇന്ന് നന്ദിയോടെ സ്മരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ അനുഭവിച്ച പ്രതികൂലങ്ങളുടെ നടുവിൽ, ഞങ്ങൾ അനുഭവിച്ച പ്രതിസന്ധികളുടെ നടുവിൽ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ഒരു ദൈവത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഇന്ന് പകലിൽ ദൈവത്തിന്റെ ദാസികൾ കൂടെ കേൾപ്പിച്ച സാക്ഷ്യങ്ങൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഒരു നാളിൽ ഞങ്ങൾ അനുഭവിച്ച പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഞങ്ങൾക്ക് ഒരു വിടുതലില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ, ഞങ്ങളെ പരിഹസിച്ചവരുടെ മുന്നിൽ, ഞങ്ങളെ നിന്ദിച്ചവരുടെ മുന്നിൽ
ഈ രാജ്യത്തിന്റെ നിയമത്തെ പോലും മാറ്റി നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമെന്നും നിങ്ങളെ ദേശത്തുറപ്പിക്കുമെന്നും പറഞ്ഞ ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തെ ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. കർത്താവ് ഞങ്ങളെ ഈ ദേശത്ത് നിർത്തുവാനിടയായി. ഏകദേശം എൻ്റെ വൈഫ് പറഞ്ഞതുപോലെ 85,000 ദിർഹംസോളം ഫൈനായി. ഞങ്ങൾ ഈ പട്ടണത്തിലായിരുന്നപ്പോൾ പലരും ഞങ്ങളെ കൂടെ ഇരുന്ന് ആരാധിക്കുന്നവർ പോലും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ പോലീസിൽ പോയി കീഴടങ്ങരുതോ എന്നൊക്കെ ചോദിച്ചവരുടെ മധ്യത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയ ദൈവം, അവൻ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം പിൽക്കാലത്ത് അവർ മനസ്സിലാക്കി. ഞങ്ങൾ അനുഭവിച്ച പ്രതികൂലം അത് ദൈവം അനുവദിച്ചുള്ള പ്രതികൂലമാണ് ഞങ്ങൾ അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരുടെ പ്രതികൂലത്തിന്റെ നടുവിൽ അവരുടെ ഭവനങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കുവാനുള്ള ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരുവാനിടയായി തീർന്നു. പിൽക്കാലത്ത് ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ അനുഭവിച്ച പ്രതികൂലം, ഞങ്ങൾ അനുഭവിച്ച നിന്ദകൾ, ഞങ്ങൾ അനുഭവിച്ച പരിഹാസങ്ങൾ അതൊന്നും വെറുതെ ആയിരുന്നില്ല. ഞങ്ങളെ ഒന്നുകൂടെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ഞങ്ങളെ ഒന്നുകൂടെ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ അനുഭവിച്ച പ്രതികൂലങ്ങളിൽ നിന്ന് പിൽക്കാലങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഒരു കാര്യം കൂടെ ഞാൻ ഇന്ന് ഈ സമയത്ത് ഓർക്കുകയാണ്. ഞാനിവിടെ കടന്നു വന്ന് ഒരു 3 വർഷം ഞാൻ ജോലി ചെയ്ത ഒരു സ്ഥാപനം, ആ സ്ഥാപനക്കാർ എനിക്കെതിരെ ഒരിക്കൽ ഒരു കേസ് കൊടുക്കുവാനിടയായി തീർന്നു. ഏകദേശം 25,000 ദിർഹംസോളം ഏകദേശം നാട്ടിലെ നല്ലൊരു എമൗണ്ടോളം 5 ലക്ഷം രൂപയോളം വേണ്ടി വരും എനിക്ക് ആ കേസ് ക്ലിയർ ചെയ്യുവാനായിട്ട്. അപ്പോൾ ആ സമയത്ത് എന്നോട് പറഞ്ഞു, ആദ്യം അതിന്റെ പകുതി അടച്ചാൽ മാത്രമേ, എന്നിട്ട് എൻ്റെ പവർ ഓഫ് അറ്റോർണി അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസ് തുടങ്ങുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിനുശേഷം ആ കേസ് ജയിക്കുവാണെങ്കിൽ അതിന്റെ ഫുള്ള് പൈസ കൊടുക്കണം എന്ന് പറയുവാനിടയായി തീർന്നു. 1 രൂപ പോലും എൻ്റെ അടുക്കൽ കൊടുക്കുവാനില്ല. ഞാൻ ആ സമയത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. കാരണം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇതാണ്: കർത്താവേ, ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ രാജ്യത്ത് ശിക്ഷ വിധിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനാണ്. അല്ല, എൻ്റെ ഭാഗത്തൊരു തെറ്റില്ല എന്നുണ്ടെങ്കിൽ ദൈവം എന്നെ ഈ വിഷയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും കരയുവാനും ഇടയായി തീർന്നു. ഒരു ദിവസം ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് എന്നോട് സംസാരിച്ചു. ഇന്ന് വരെ നടന്ന സംഭവങ്ങൾ നീ ഒരു പേപ്പറിൽ കുറിക്കുവാനായിട്ട് ദൈവാത്മാവ് എന്നോട് പറയുവാനിടയായി തീർന്നു. ഞാൻ അതനുസരിച്ച് എൻ്റെ നടന്ന സംഭവങ്ങൾ മുഴുവനും ഞാൻ ആ പേപ്പറിൽ കുറിച്ചു. എൻ്റെ പിതാവ്, നാട്ടിലായിരിക്കുന്ന എൻ്റെ പിതാവിന് ഞാൻ എഴുതി അയക്കുവാനിടയായി തീർന്നു. കാരണം അദ്ദേഹം ഒരു പട്ടാളക്കാരനാണ്, റിട്ടയർ ആയ മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ അത് അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, പപ്പ അത് ഇംഗ്ലീഷിൽ അത് ട്രാൻസ്ലേഷൻ ചെയ്ത് എനിക്കൊന്ന് അയച്ചു തരണമേ എന്ന് പറഞ്ഞു. പപ്പായും പപ്പയുടെ അനിയനും കൂടെ കൂടിയിരുന്ന് അവരത് ഇംഗ്ലീഷിലാക്കി എനിക്കത് ട്രാൻസ്ലേഷൻ ചെയ്ത് എനിക്ക് അയച്ചു തന്നിട്ട് ഞാനതിവിടെ കൊടുത്ത് ലീഗൽ ട്രാൻസ്ലേഷൻ ചെയ്ത് ഞാനത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുവാനിടയായി. ഞാൻ പ്രാർത്ഥിച്ചു. കോടതിയിൽ കടന്നു പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു പേപ്പറിനകത്ത് മാത്രമേ ഉള്ളൂ എനിക്കതിൻ്റെ കാര്യങ്ങളുള്ളൂ. ഞാൻ ദൈവസന്നിധിയിൽ പേപ്പർ എടുത്ത് പ്രാർത്ഥിക്കുവാനിടയായി. കർത്താവേ, ഞാൻ ഈ പേപ്പർ കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ജഡ്ജിയോട് ഇടപെട്ട് എനിക്ക് വേണ്ടി ദൈവം വാദിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഞങ്ങൾ കുടുംബമായി പ്രാർത്ഥിക്കുവാനിടയായി. ഞാൻ പറയട്ടെ, അത്ഭുതമെന്ന് പറയട്ടെ, അതിന്റെ വിധി വന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നിന്റെ കേസ് ഒന്നുമല്ല, അത് അസാധുവായി മാറിയിരിക്കുന്നു. നീ ഇതിനകത്തുനിന്ന് ഒരു 10 ദിർഹംസ് അടച്ചിട്ട് നീ പൊക്കോളാൻ പറയുവാനിടയാത്തുള്ളൂ. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഒരു പക്ഷേ നാം ഒരു തെറ്റ് ചെയ്യാതെ നാം ശിക്ഷിക്കപ്പെടുവാൻ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടായിരിക്കുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. പലപ്പോഴും മറ്റുള്ളവർ നമ്മെക്കുറിച്ച് നോക്കുന്നത് പോലും നമ്മളെക്കുറിച്ച് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ, അല്ലെ തെറ്റായ രീതിയിൽ നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നമുക്കെതിരെ വിധികൾ പറയുമ്പോൾ, ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, എന്നെയും നിങ്ങളെയും അറിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ച ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ ഇടയായി തീരും. ഞങ്ങൾ പറഞ്ഞതിന്റെ താല്പര്യം, ഒരു യോഗ്യതകളുമില്ല, ഒരു യോഗ്യതയുമില്ലാത്ത സ്ഥാനത്ത് ഈ പട്ടണത്തിൽ രാജാക്കന്മാരുടെ ഹൃദയത്തെ പോലും മാറ്റി ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ദൈവത്തെക്കുറിച്ച് ഇന്ന് പകലിൽ ദൈവാത്മാവ് കേൾപ്പിച്ചതിനായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവർക്ക് ദൈവം ചില ലക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഇസ്രായേൽ ദൈവത്തിന്റെ സ്വന്തം ജനമായിരുന്നു. ദൈവത്താൽ അവർ തെരഞ്ഞെടുക്കപ്പെടുകയും നയിക്കുകയും ചെയ്യപ്പെടുന്ന ജനമായിരുന്നു. അത്ഭുതത്തിനും അടയാളത്തിനും സാക്ഷ്യം നിൽക്കുകയും അതനുഭവിക്കുകയും ചെയ്ത ജനമായിരുന്നു. പക്ഷേ ആയുസ്സിൽ നല്ലൊരു ശതമാനം ശത്രുക്കളുടെ കീഴിൽ
അടിമവേല ചെയ്യുവാൻ മാത്രം അവർ വിധിക്കപ്പെട്ടു. എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിലും ദൈവത്തിന്റെ രക്ഷണ്യ പദ്ധതി ദൈവം അവർക്കായി ഒരുക്കിയിരുന്നു. ദൈവം ദൈവിക പ്രമാണത്തിൽ നകലുമ്പോൾ ദൈവം അവരെ ശത്രുവിനെ ഏൽപ്പിക്കും. അനുദപിച്ച് മടങ്ങി വരുമ്പോൾ അവരെ ദൈവം വിടുവിക്കുവാനിടയായി തീരും. ഈ വിചിത്ര പദ്ധതികൾ കൂടെ അനേക ചിത്രങ്ങൾ പഴയ നിയമത്തിന്റെ ഏടുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവം ഈ വിശ്വസ്തതയാർന്ന പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ തന്നെ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കഥാപാത്രങ്ങളെയും നമുക്ക് വചനത്തിലുടനീളം കാണുവാൻ കഴിയുന്നു. ഇത്തരത്തിലൊരു വിചിത്ര പദ്ധതിയിൽ പ്രകാരം കടന്നുപോയ ഒരു വ്യക്തിയുടെ അനുഭവം ഞാൻ നിങ്ങളുമായി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഷെയർ ചെയ്തിട്ട് ഞാൻ ഇരിക്കുവാൻ തക്കവണ്ണം കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിന് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നാം കാണുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഗിദെയോൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു സാധാരണ മനുഷ്യനായിരുന്നു. ഈ സാധാരണ മനുഷ്യൻ അസാധാരണ പ്രവർത്തനങ്ങൾ അവനിൽ കൂടെ ചെയ്തെടുക്കുന്നത് ദൈവം ദർശിക്കുവാനിടയായി തീർന്നു. ഏതെങ്കിലും തരത്തിൽ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്നവനെ അല്ലെ വ്യത്യസ്തമായ രീതിയിൽ ആഗ്രഹിക്കുന്നതിനെയാണ് ദൈവം ജീവിതത്തിൽ വേർതിരിക്കുവാനിടയായിത്തീരുന്നത്. നമുക്ക് ഓടുമ്പോൾ നടുവേ ഓടാൻ നമുക്ക് കഴിയും. എന്നാൽ അതിനെ വിപരീതമായി ദൈവത്തിന്റെ പദ്ധതി എന്താണോ, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങൾ എന്താണോ, അതനുസരിച്ച് നീങ്ങുന്ന ഒരു വ്യക്തിയാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നീങ്ങുന്ന ഒരു വ്യക്തിയെയാണ് ദൈവത്തിന് ആവശ്യമുള്ളത്. ലോകം എങ്ങനെയും പൊക്കോട്ടെ, ലോകത്തിലുള്ളവർ എങ്ങനെയും പൊക്കോട്ടെ, എന്നാൽ ദൈവം എന്താണ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവം എന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ ഭക്തന് വേണ്ടി നമുക്കറിയാം, ഇസ്രായേൽ മക്കളുടെ നിലവിളി ഗിദെയോനിൽ കൂടെ സ്വർഗം കേൾക്കുവാനിടയായിത്തീർന്നു. നിലവിളിയുടെ പിന്നെ സ്വരത്തിന്റെ ആവശ്യകത അറിഞ്ഞ് ദൈവം അവരുടെ പദ്ധതി ഒരുക്കുവാനിടയായിത്തീരുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം ദൈവം ഗിദെയോനെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണങ്ങൾ എന്താണ്. നമുക്കൊന്നറിയാം, അവൻ വ്യത്യസ്തമായി പ്രവർത്തിക്കുവാനിടയായിത്തീർന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 11-ാമത് വാക്യം ഞാൻ വായിക്കുവാൻ തക്കവണ്ണം ശരണപ്പെടുന്നില്ല. പറഞ്ഞു പോകട്ടെ. ഇസ്രായേലിന്റെ കാർഷിക വിളവെടുപ്പിന്റെ ക്രമം നമുക്കറിയാം. ആദ്യം യവം, തുടർന്ന് ഗോതമ്പ്, പിന്നീട് മുന്തിരി, അവസാനം അത്തി. എങ്ങനെ അധ്വാന ഫലം അവർ അനുഭവിച്ചു കൊണ്ടിരിക്കെ അന്യർ വന്ന് ഇത് അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ അത് സംരക്ഷിച്ചതിന്റെ രീതി ഗിദെയോനിൽ വ്യത്യസ്തമായിരുന്നു. മുന്തിരി ചക്കിനരികെ വെച്ചുകൊണ്ട് അവൻ ഗോതമ്പ് മെതിക്കുക. എല്ലാവരും ഗോതമ്പ് കളത്തിൽ തന്നെ വെച്ച് മെതിച്ച് വൃത്തിയാക്കി മണിയും പതിരും തിരിച്ച് ഫലം കൂട്ടുമ്പോൾ അത് ശേഖരിച്ച് കളപ്പുരയിലേക്ക് മാറ്റുന്നതിന് മുമ്പ് മിദ്യാന്യർ അത് വന്ന് അപഹരിച്ചു കൊണ്ടുപോകുന്ന പതിവ് ഗിദെയോൻ അത് കണ്ടുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. തങ്ങൾ അധ്വാനിക്കുന്നുണ്ട്, എന്നാൽ ഫലം കാണുവാൻ കഴിയാതെ മിദ്യാന്യർ അത് അപഹരിച്ചു പോകുന്നതും കണ്ട് നോക്കിയിരിക്കുന്ന ഒരു സമയമായിരുന്നു അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അധ്വാന ഫലം ശത്രുവിന് കൊടുക്കാതെ അനുഭവിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ സ്വന്തം അധ്വാന ഫലം അത് അവർക്ക് കൊടുക്കാതെ, അത് നഷ്ടപ്പെടുത്താതെ ഹല്ലേലൂയ അത് ഞങ്ങൾക്ക് അനുഭവിക്കണമെന്നുള്ള ചിന്താഗതി അവനിൽ ഉളവെടുക്കുവാനിടയായിത്തീർന്നു. ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലായിരിക്കാം. ഒരുപക്ഷെ ഹല്ലേലൂയ ദൈവത്തോട് യാചിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ സമൂഹം കാണിക്കുന്നതിന് പിന്നാലെ ഹല്ലേലൂയ ശത്രുവിന്റെ പദ്ധതികളെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ പിന്നാലെ ഓടുവാനല്ല, അതിനെതിരായി ഇന്നൊന്ന് ഓടുവാൻ നാം തയ്യാറാണെങ്കിൽ നമ്മുടെ വാക്കിന് മുന്നിൽ ഇറങ്ങി വരുന്നു പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാ നാം ആരാധിക്കുന്നുള്ള കാര്യം ദൈവത്തിന്റെ പൈതങ്ങളെ നാം മറന്നു പോകരുത്. ഞങ്ങളുടെ വിഷയങ്ങളുടെ മുൻപിൽ ഹല്ലേലൂയ ഞങ്ങളോട് പറഞ്ഞു, ഹല്ലേലൂയ നിങ്ങൾ പോലീസിൽ പോയി സമർപ്പിച്ചപ്പെട്ടാൽ ഹല്ലേലൂയ നിങ്ങളൊന്ന് കമ്മിറ്റ് അവിടെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഫൈനിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കുമെന്ന് പറയുവാനിടയായി. മാനുഷികമായ ചിന്താഗതികൾ ദൈവദാസനിൽ പാരിൽ കൂടെ മുഴങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പോലും ഞാൻ അവരോട് പറയുവാനിടയായി, ദൈവം എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം എന്നോടൊരു ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ചെറുപ്രായം മുതൽ എൻ്റെ മാതാപിതാക്കന്മാർ അവരിൽ കൂടെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ദൈവിക അനുഭവങ്ങളും ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവൃത്തികളും ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ജീവിക്കുന്ന ഒരു ദൈവത്തിന്റെ മക്കളായ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം ഇറങ്ങുവാനിടയായി തീരും. എല്ലാ നന്മകളും പിശാച്
അപകരിച്ചു കൊണ്ട് പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഞങ്ങൾക്കൊരു അനുഗ്രഹം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ അനുഗ്രഹത്തിന്മേൽ അത് ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ കരങ്ങളിൽ കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, നമുക്കൊരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. എന്നും അത് ശത്രു അപഹരിച്ചു കൊണ്ടുപോകുവാൻ, നമ്മുടെ നന്മയെ അപഹരിച്ചു കൊണ്ടുപോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് 2025 ഈ സമയത്ത് അവൻ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്ന് വരെയുള്ള നമ്മുടെ നന്മകൾ പിശാച് അപഹരിച്ചു പോയെങ്കിൽ ഇന്ന് മുതൽ ഒരു വ്യക്തമായ തീരുമാനമെടുത്ത് ഗിദെയോനെ പോലെ ഒന്ന് മാറി ചിന്തിക്കുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ ദിവസങ്ങൾ ഒരുക്കട്ടെ. ദൈവാത്മാവ് അതിനായി ഓരോരുത്തരെയും ഇന്ന് രാത്രി ദൈവം നിയോഗിക്കുന്നതിനായി ഞാൻ എന്റെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ. ആമൻ. അവസരങ്ങളില്ല. ഹല്ലേലൂയ. ആമൻ. ഇനിയൊരു ആമൻ മുന്നോട്ടൊരു ആമൻ ഹല്ലേലൂയ അനുഭവിക്കാൻ പറ്റത്തില്ല, ഒരു സാധ്യതകളുമില്ല, ഒരു പോസിബിലിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞവരുടെ മുന്നേ ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളുടെ വിസ്തായന്മേൽ പ്രവർത്തിച്ച ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് തരത്തില്ലെന്ന് പറഞ്ഞു വാദിച്ചു നിന്ന അന്ധകാര മണ്ഡലങ്ങളുടെ മേൽ ഞങ്ങൾക്ക് ജയഘോഷം തന്ന് ഞങ്ങളെ ഇന്നയോളം ഈ മരുഭൂമിയിൽ നിർത്തിയ ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെ ഇന്ന് രാത്രി ദൈവം ഇവിടെ ഉയർത്തുവാൻ ദൈവം തരുന്ന അവസരങ്ങൾക്കായി ഞാൻ എന്റെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ. ഗിദെയോനെ പോലെ ഈ ദിവസങ്ങളിൽ വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നവനെയാ ദൈവത്തിന് ആവശ്യമുള്ളത്. ഹല്ലേലൂയ. ആമേൻ. തന്നെയുമല്ല, അവൻ വ്യത്യസ്തമായി ചിന്തിക്കുവാനിടയായി തീർന്നു. അവൻ പ്രവൃത്തിക്കനുസരിച്ചുള്ള ഒരു ചിന്തയാണ് ഗിദെയോന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ആമേൻ. ദൈവം വിളിച്ച് എന്ന് ബോധ്യമുള്ളവന്റെ ലക്ഷണം എന്താ? യഹോവയുടെ ദൂതൻ അവനോട് പറയുക, അല്ലയോ പരാക്രമശാലിയെ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. നമുക്കറിയാം, നാം കേട്ടിട്ടുള്ളതാണ്. പരാക്രമശാലി എന്നാണ് അവനെ വിളിക്കുവാനിടയായി തീർന്നത്. ഇതിൽ പരം വിഭിന്നമായി ചിന്തിക്കുവാൻ അഭിസംബോധന ചെയ്യേണ്ടത് ആവശ്യമില്ല. ഹല്ലേലൂയ. അതിൽ കവിഞ്ഞൊരു അഭിസംബോധന അവനെ കുറിച്ച് ആവശ്യമില്ല. കാരണം അവൻ വ്യത്യസ്തമായി ചിന്തിക്കുവാനിടയായി തീർന്നു. അവന്റെ പ്രവൃത്തിക്കനുസരിച്ച് അവൻ ചിന്തിക്കുവാനിടയായി തീർന്നത് കൊണ്ട്, അവൻ അപ്രകാരം പ്രവർത്തിച്ചത് കൊണ്ടും അവൻ ദൈവം അവന്റെ മേൽ ഹല്ലേലൂയ ദൈവം അവന്റെ മേൽ സന്തോഷിക്കുവാനിടയായി തീർന്നു. അവൻ അങ്ങനെയുള്ള ഒരു ഭക്തനെയാ ഇന്ന് ദൈവം തമ്പുരാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സാഹചര്യം പ്രതികൂലമായിക്കൊള്ളട്ടെ, സാഹചര്യം ഒരുപക്ഷെ അനുകൂലമല്ലായിരിക്കും, എന്നാൽ വ്യത്യസ്തമായി ചിന്തിക്കുകയും വ്യത്യസ്തമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തന് വേണ്ടി ദൈവം കഴിഞ്ഞ നാളിൽ ഗിദെയോനിൽ കൂടെ പ്രവർത്തിച്ചുവെങ്കിൽ ഇന്ന് പകലിൽ ഈ സൂം മീറ്റിംഗിലായിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, നാം ചിലത് വ്യത്യസ്തമായി ചിന്തിച്ചേ മതിയാകൂ. നാം ചിലത് വ്യത്യസ്തമായി പ്രവർത്തിക്കുമെന്ന് തയ്യാറായെങ്കിലേ പറ്റുള്ളൂ. നാം പലപ്പോഴും സാഹചര്യങ്ങളെ കണ്ട് അവൻ കുറ്റം പറഞ്ഞ് അവൻ മറ്റുള്ളവരെ കണ്ട് അവൻ പഴി പറഞ്ഞിരിക്കുന്ന അവൻ ഒരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്. എന്നാൽ ഇന്ന് മുതൽ നാം ഒരു തീരുമാനം എടുക്കുവാൻ കഴിയുമോ? ഗിദെയോനെ പോലെ നാം ചിലത് വ്യത്യസ്തമായി ചിന്തിക്കുവാൻ, നാം ചിലത് വ്യത്യസ്തമായി പ്രവർത്തിക്കുവാൻ നാം തയ്യാറായാൽ ദൈവത്തിന്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ ആ ദൂത് നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാനിടയായി തീരും. ഹല്ലേലൂയ. നമുക്കറിയാം, അവൻ വ്യത്യസ്തമായി ചിന്തിച്ച ഒരു ആമേൻ ഗിദെയോന് വേണ്ടി ദൈവം പിന്നെ തുണ നിൽക്കുവാനിടയായി തീരുന്നു. ഹല്ലേലൂയ. അവൻ വ്യത്യസ്തമായി പിന്നീട് സംസാരിക്കുവാനിടയായി തീരുന്നു. നമുക്കറിയാം, ഹല്ലേലൂയ, പ്രവൃത്തിക്കും ചിന്തയ്ക്കും അപ്പുറമായിരുന്നു അവന്റെ പ്രതികരണങ്ങൾ ഓരോ സമയവും. ഗിദെയോൻ കേവലം ഒരു സ്വപ്നത്തിൽ എന്ന പോലെയോ ഊഹാപോഹങ്ങളിലൂടെയോ നടത്തിയ ഒരു പ്രതികരണമായിരുന്നില്ല. മറിച്ച് താൻ ആരെന്നും ആരോടാണ് സംസാരിക്കുന്നതെന്നും വ്യക്തമായി മനസ്സിലാക്കിയാണ് അവൻ ഓരോ സമയം പ്രവർത്തിക്കുവാനിടയായി തീർന്നത്. സ്വന്തം കുലത്തിന്റെയും കുടുംബത്തിന്റെയും ബലഹീനതയും തന്റെ ശാരീരിക അവസ്ഥകളെ കുറിച്ചുമുള്ള അറിവും അവൻ ദൂതനോട് സംസാരിക്കുന്നത് നമുക്കവിടെ വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. എന്നാൽ തന്നെ അയക്കുവാൻ പോകുന്നവൻ ദൈവമാണെന്ന് വെളിപ്പെടുത്തുവാൻ അവൻ ദൈവസന്നിധിയിൽ ചില അടയാളങ്ങൾ ചോദിക്കുന്നത് നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. നമുക്കൊന്നറിയാം, അവൻ അവന്റെ കുലത്തെ കുറിച്ച് പറയുമ്പോൾ, ഹല്ലേലൂയ, ഗിദെയോനെ, നീ ഈ ബലത്തോടെ പോകുവാനാണ് ദൈവം അവനോട് പറയുവാനിടയായി തീർന്നത്. നിന്റെ കുലം ഒരു പ്രശ്നമല്ല, നിന്റെ ആമേൻ കുടുംബത്തിന്റെ ശ്രേഷ്ഠത ഒരു പ്രശ്നമല്ല, നിന്റെ ഇല്ലായ്മകൾ ഒരു പ്രശ്നമല്ല. ഇന്ന് സമൂഹത്തെ നോക്കി നിലവിളിക്കുന്ന, സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നെ പുതിയ രീതിയിൽ ദൈവം പുത്തൻ അഭിഷേകത്തോടെ ദൈവം പുറത്തു കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാ. ഹല്ലേലൂയ. മറ്റുള്ളവർ സംസാരിക്കുന്നത് പോലെ അല്ല നീ സംസാരിക്കേണ്ടത്. ഹല്ലേലൂയ. ഒരുപക്ഷേ ആമേൻ ആമേൻ നമുക്ക് ചിന്തിക്കാം, നാം ചിലപ്പോൾ മാനിക്കപ്പെടുന്ന ആമേൻ ഹല്ലേലൂയ ചിലപ്പോൾ ഹല്ലേലൂയ വളരെ വലിയ വ്യക്തി എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം. ഒരുപക്ഷെ നെഗറ്റീവായുള്ള രീതിയിലുള്ള ചിന്താഗതികളുമായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ അവരുടെ മുൻപിൽ
മുൻപാകെ ദൈവമാരെന്നുള്ള ചിന്താഗതിയും ദൈവമാണ് എന്നെ നടത്തുന്നുള്ള ചിന്താഗതിയും ഉണ്ടെങ്കിൽ നീ വ്യത്യസ്തമായി സംസാരിക്കുവാനും നീ വ്യത്യസ്തമായി ചിന്തിക്കുവാനും നീ ദൈവത്തോട് ആലോചന ചോദിക്കുവാനും ഇടയായി തീരണം. അല്ലല്ലേ? തീരുന്ന വ്യക്തിയാണെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ നീ പറയുന്നത് ചിലത് സംഭവിപ്പാൻ എന്റെ ദൈവം നിന്റെ നാവിൻ മുൻപേ ഇരുന്നു കൊണ്ട് നീ പറയുന്നത് ചിലത് കൽപ്പിക്കുമ്പോൾ ഹല്ലേലൂയ, എന്റെ ദൈവം അത് ചെയ്യുവാൻ ശക്തനാണെന്ന് പ്രവചനാത്മാവിൽ വിളിച്ചു പറഞ്ഞാൽ എത്ര പേർ ഇന്ന് പകലിൽ ഈ ദൂത് ഏറ്റെടുക്കുവാൻ തയ്യാറാകും? പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ദൈവത്തിന്റെ ആലോചനകൾ, നീ സംസാരിക്കുന്ന ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നീ ചിലതിനെ നോക്കി, നിന്റെ ശൂന്യതകളെ നോക്കി നീ ചിലത് കൽപ്പിക്കാൻ തയ്യാറാകുമ്പോൾ നിന്റെ ശൂന്യതകൾ മാറി ഒരു സമൃദ്ധിയുടെ അനുഭവം തന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമെന്ന് പറഞ്ഞാൽ ഇന്ന് പകലിൽ എത്ര പേർ ദൈവത്തിന് സ്തോത്രം കരറ്റുവാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗിദെയോനെ പോലെ ഈ ദിവസങ്ങളിൽ നമുക്കൊന്ന് ഉണരാം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമുക്ക് ശക്തരായി തീരാം. ഹല്ലേലൂയ. ഒരു വ്യത്യസ്തമായ ചിന്താഗതിയും ഹല്ലേലൂയ കർത്താവേ അങ്ങനെ കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അളവിലേക്കുള്ള ചിന്താഗതിയും എന്റെ ജീവിതത്തിൽ തന്ന് അങ്ങയുടെ ദർശനങ്ങൾ എന്റെ മേൽ പൂർത്തീകരിപ്പാൻ ദൈവം ഈ ദിവസങ്ങളിൽ എന്നെ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിൽ നാം ഒന്ന് തീരുമാനത്തോടെ മുന്നേറുമെങ്കിൽ, അല്ലയോ പരാക്രമശാലിയെ എന്ന് ഗിദെയോനെ നോക്കി ദൈവം വിളിച്ചുവെങ്കിൽ ഇന്ന് പകലിൽ ചില വ്യക്തി ജീവിതങ്ങളോട് ദൈവാത്മാവിൽ ദൂത് പറയട്ടെ, നിങ്ങൾ ചില പരാക്രമശാലികളായി ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ മാറ്റിമറിക്കുവാൻ പോകുകയാ. ഹല്ലേലൂയ. ഭൂമിയെ കീഴ്മേൽ മറിച്ചവർ നിങ്ങളുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ചില പ്രസക്തിയുമായി ദൈവം ഈ നാളുകളിൽ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. നിങ്ങൾ ചിലത് കൽപ്പിക്കും, അത് അപ്രകാരം സംഭവിപ്പാൻ എന്റെ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുവാനിടയായി തീരും. തയ്യാറാകാമോ? നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളുടെ മേൽ നിങ്ങൾ ചിലത് കൽപ്പിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ അത് സംഭവിപ്പാൻ ഞാൻ എന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാ. നമ്മുടെ സൂമിൻ ചിലത് സംഭവിപ്പാനിടയായി തീരട്ടെ. ചില സാക്ഷ്യങ്ങൾ ഇടയ്ക്ക് പറയുവാൻ ചിലത് ദൈവം എനിക്ക് വേണ്ടി ചെയ്തു, ദൈവം എന്റെ രോഗത്തിന് സൗഖ്യം തന്നു, ദൈവം എനിക്ക് വേണ്ടി വലിയവ ചെയ്തെന്ന് പറയുവാൻ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങളുമായി ഞാൻ ആശംസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ ഈ സാക്ഷ്യങ്ങളും ഈ പ്രബോധനങ്ങളും ദൈവം ഒരു വിടുതലാക്കി, ദൈവം ഒരു അനുഗ്രഹമായി മാറ്റട്ടെ. നമ്മുടെ ഈ സൂം മീറ്റിംഗിൽ കൂടെ തന്നെ ചിലർ ദൈവത്തെ അറിയുവാൻ, ചിലർ അഭിഷേകത്തിൽ നിറയുവാൻ ദൈവം അതിനുള്ള മുഖാന്തരങ്ങൾ ഒരുക്കട്ടെ. ഞങ്ങൾക്ക് ഈ അവസരം ഒരുക്കി തന്ന ഈ ഇതിന്റെ സംഘാടകരോടുള്ള നന്ദി ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളെ കുറിച്ച് പറഞ്ഞല്ലോ, ദൈവദാസിയിൽ കൂടെ കേൾക്കുവാനിടയായി ദൈവം നമ്മളെ കുറിച്ച് ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ ശൂന്യതകളുടെ അവസ്ഥയിൽ പോലും ദൈവം ആലോചന നിവർത്തിക്കുവാൻ, ആ വാഗ്ദത്തം നിവർത്തിക്കുവാൻ നമ്മുടെ ദൈവം ശക്തനായ ദൈവമാ. ഞങ്ങളോട് പറയുവാനിടയായി തീർന്നു, നിങ്ങളുടെ സ്വന്തം പേരിൽ നിങ്ങൾക്കൊരു സ്ഥാപനം ദൈവം തരുവാനിടയായി തീരുമെന്ന്. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങൾ ഇത് പ്രകാരം സംഭവിക്കും, പട്ടണത്തിലേക്ക് ഞങ്ങളെ മാറ്റുമെന്നൊക്കെ പറയുവാനിടയായി തീർന്നു. എന്നാൽ ഇതൊക്കെ സംഭവിക്കുമോ എന്ന ക്വസ്റ്റ്യൻ മാർക്കോടുകൂടി ഞങ്ങൾ ആയിരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് വേണ്ടി ദൈവം വഴി ഒരുക്കുവാനിടയായിത്തീരുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അല്ലേ, ഒരു വാഗ്ദത്തം ചെയ്ത ദൈവം അവൻ വിശ്വസ്തനായ ദൈവമാ. അവൻ സ്വർഗം തുറന്ന് നിന്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ ഇന്ന് പകലിൽ ആമേൻ പറയുവാൻ, ആമേൻ പറഞ്ഞ് ദൂത് ഏറ്റെടുക്കുവാൻ തയ്യാറാകും? അവർക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വരുന്ന ദിവസങ്ങളിൽ തന്നെ ദൈവം അത് ചെയ്തെടുക്കുവാനിടയായി തീരും. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഞങ്ങൾക്ക് ജോലിയില്ലാത്ത സമയത്താണ് ഈ വാഗ്ദത്തം ഞങ്ങളുടെ മേൽ നിറവേറുവാനിടയായി തീർന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മേൽ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഭാരപ്പെടുന്ന പ്രതികൂലത്തിന്റെ മേൽ ദൈവം ആമേൻ മഞ്ഞും മഴയും അയച്ച് നിങ്ങളുടെ വാഗ്ദത്ത നിവർത്തിയിലേക്ക് ദൈവം കാൽച്ചുവട് വെപ്പിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയുമോ? സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴാണ് ദൈവ പ്രവൃത്തി സ്റ്റാർട്ട് ചെയ്യുവാൻ തുടങ്ങുന്നത്.
ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഇസ്രായേൽ മക്കൾ നമുക്കറിയാം. ഹല്ലേലൂയ. ആമേൻ. ചെങ്കടലിൽ അടുത്ത് കടന്നു ചെന്നു. അവർ ദൈവത്തോട് ആമേൻ മോശയോട് നിലവിളിച്ച സമയമുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളെ കൊല്ലുവാനാണോ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നതാ. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം അതിന്റെ മധ്യത്തിൽ കൂടെ വഴിയൊരുക്കുമെന്ന് മോശയ്ക്ക് പോലും അവൻ ചിന്തിക്കുവാൻ കഴിയാത്ത രീതിയിൽ ദൈവം ചെങ്കടലിനെ വിഭാഗിച്ച് ദൈവജനത്തെ അക്കരെ എത്തിച്ചുവെങ്കിൽ, അതിൽ അവസാന വ്യക്തിയെ പോലും ദൈവം അക്കരെ എത്തിച്ചുവെങ്കിൽ, ഇന്ന് പകലിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, അവൻ ഒരു പക്ഷേ ലീഡർഷിപ്പിലായിരിക്കാം നീ ഉള്ളത്. നിന്റെ മുഖത്തെ ആദരിക്കുവാൻ എന്റെ ദൈവം ശക്തനായ ദൈവമാ. പലപ്പോഴായി കൽപ്പിച്ചിട്ടും സംഭവിച്ചില്ല. ഓർത്ത് ഭാരപ്പെടണ്ട. ദൈവം ഈ ദിവസങ്ങളിൽ ചില അത്ഭുതങ്ങളുമായി, ചില അടയാളങ്ങളുമായി, ചില പുത്തൻ വഴികളുമായി ദൈവം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങുന്ന ദൈവമാ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഇതിന്റെ സംഘാടകർക്കുള്ള നന്ദി തരണത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളെ ഈ മീറ്റിംഗിലേക്ക് അവൻ ഇൻട്രോഡ്യൂസ് ചെയ്ത ജെയ്സൺ പാസ്റ്ററോടുള്ള നന്ദിയും ഞങ്ങൾ ഈ തരണത്തിൽ അറിയിക്കുന്നു. ഈ ആമൻ കൂട്ടായ്മയെ ഓർത്ത് ഞങ്ങൾ ആമൻ ഓർക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവജനം ആമേൻ ഈ ആമൻ സൂമിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങൾ ഈ തരണത്തിൽ ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മളെ കുറിച്ച് എന്താണ് പദ്ധതി ഇട്ടിരിക്കുന്നത്, ആ പദ്ധതിയിൽ പ്രകാരം ഈ ദിവസങ്ങളിൽ മുന്നേറുവാൻ ഞങ്ങളെ ഓർത്തും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ ഞങ്ങളുടെ ആമേൻ ഈ ചെറിയ പ്രബോധനങ്ങൾ ഇരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ. പാസ്റ്റർ ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? Praise the Lord. പരിശുദ്ധനാകുന്ന ഞങ്ങളുടെ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, ആമേൻ. നല്ല രാത്രിക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. അപ്പാ ഈ സൂം മീറ്റിങ്ങിനെ അപ്പന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ. ഒരു അസാധാരണ ദൈവ സാന്നിധ്യം ആമേൻ ഇതിനകത്ത് വ്യാപരിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. ഇന്ന് രാത്രി ഞങ്ങളിവിടെ പറഞ്ഞ സാക്ഷ്യങ്ങൾ, ആമേൻ ഇവിടെ പറഞ്ഞ വചനങ്ങളൊക്കെ ആമേൻ ഒരു കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ കൊണ്ട് ഇത് പറയിപ്പിച്ചു. ഹല്ലേലൂയ. ഞങ്ങൾ ഒന്ന് ആമേൻ ഞങ്ങൾക്കറിയാം ഈ വചനം എവിടേക്ക് കടന്നു ചെന്നിട്ടുണ്ടോ ആ വചനത്തിന്റെ പ്രവൃത്തി അത് അയച്ചിട്ടല്ലാതെ അത് മടങ്ങി വരികയില്ല എന്നുള്ള ദൈവത്തിന്റെ വചനം ഇന്ന് ദിവസങ്ങളിൽ അത് പ്രകാരം സംഭവിക്കാൻ പോകുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. അനേക ഭാരങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അനേക വേദനകൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് പകലിൽ അതിനെല്ലാം ഒരു അറുതി ദൈവം വരുത്തുവാൻ പോകുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങളെ വിടുവിച്ച ദൈവത്തിന് അവരെ വിടുവിക്കുവാൻ കഴിയുമല്ലോ. ഇന്ന് പകലിൽ അപ്രകാരം അപ്പൻ ചെയ്യുവാൻ പോകുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. വരുന്ന ദിവസങ്ങളിൽ ഈ കർത്താവേ ഇവിടെ പറഞ്ഞ വചനങ്ങളും സാക്ഷ്യങ്ങളും നിന്റെ മക്കളുടെ ജീവിതത്തിൽ ഒരു വിടുതലായി മാറുവാൻ ദൈവം കൃപ ചെയ്യേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഇതിന്റെ സംഘാടകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ദിവസങ്ങളിൽ പുത്തൻ അഭിഷേകത്തോടെ പുത്തൻ ദൈവ കൃപയോടെ ദൈവം നിലനിർത്തുവാൻ പോകുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. അനേകർ ഇതിൽ കൂടെ കടന്നു വന്ന് ഒരു അനുഗ്രഹം പ്രാപിക്കുവാൻ, അവരുടെ ജീവിതത്തിൽ ആശ്വാസമായി, അവരുടെ ജീവിതത്തിന് വിടുതലായി എന്ന് പറയത്തക്ക രീതിയിൽ ദൈവ പ്രവൃത്തിക്ക് കാരണമാക്കി ദൈവം തീർക്കുവാൻ പോകുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. ഇതിന് നേതൃത്വം കൊടുക്കുന്ന സകല ദൈവദാസന്മാരെ ദാസിമാരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരെ ഇവിടുന്ന് അനുഗ്രഹിച്ചാട്ട് ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. ഇതുവരെയും ഞങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ പകർന്ന അഭിഷേകത്തിനായി, ഞങ്ങൾ പകർന്ന ദൈവിക സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുകയാണ് കർത്താവേ. അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സകല വിടുതലുകൾക്കുമായി ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. അപ്പൊ ഇത് പേർക്കുമേൽ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സുവിശേഷം അവൻ രാജ്യത്തൊട്ടാകെ വ്യാപിക്കുവാൻ ദൈവം ഇതിലൂടെ ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. ഇതിൽ ജോയിൻ ചെയ്യുന്നവർ ഓരോ അസാധാരണ ദൈവ സാന്നിധ്യം ഓരോ മീറ്റിംഗിലും അനുഭവിപ്പാൻ ദൈവം സഹായിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇതിന് സാക്ഷ്യം പറയുന്നവർ, വചനം ശുശ്രൂഷിക്കുന്നവരൊക്കെ ആത്മാവിൽ അവൻ ശുശ്രൂഷിപ്പാൻ ഓരോ പ്രിയപ്പെട്ടവരും കരങ്ങളെടുത്ത് ഉപയോഗിക്കണം. പ്രാർത്ഥനയാതിനെ കേട്ടവയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.